അത് ഷെൽമിക്ക് മലയാളം വായിക്കാൻ അറിയാൻ പാടില്ല. അറിയില്ലല്ലോ. അപ്പൊ വായിച്ചു പഠിച്ചു. ആപ്ലിക് വർക്ക് കോട്ടയില് കോൺട്രാസ്റ്റില് ചെറിയ വർക്ക് തന്നെയാണ്. ഇതെന്തെങ്കിലും താലപ്പൊലിയായിട്ട് വെക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് സെമി മൊഡാൽ സിൽക്ക്. 3XL വരുന്നുണ്ട്, 5XL വരുന്നുണ്ട്, പ്ലസ് സൈസസും ഉണ്ട്. പ്ലസ് കിട്ടുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടർ. ബ്രൊക്കേഡില് ഇത് സ്ലീവ്ലെസ്, ഉള്ളിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉണ്ട്. ഇത് നമ്മള് സെമി ജോർജറ്റ് എന്നൊക്കെയാണ് പറയണത്. കാര്യം കസവ് കൂടി വന്നിട്ട് അതില് ബ്ലോക്ക് പ്രിന്റുകൾ, വില കുറഞ്ഞതാണ്. അതല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ്. സിൽക്കി ജോർജറ്റില് സൈഡിൽ ഇങ്ങനെ കട്ട് വർക്ക് ആയിട്ട്. അത് നമ്മളിപ്പോ എന്ത് ചെയ്തു, ഇങ്ങനെ ഫാൻസി സാരിയിലാക്കിയത്. ശലിയല്ലേ, വെറൈറ്റി ഇല്ലാതിരിക്കോ. കസവില് ഡിജിറ്റൽ പ്രിന്റ് കേട്ടോ, സെറ്റും ഉണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്ത് ഇപ്പൊ ഓണം വരാൻ പോവാണ്. അപ്പൊ ഹോൾസെയിൽകാർക്കൊക്കെ കച്ചവടം തുടങ്ങി. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം കളക്ഷനിൽ എന്താണ് ട്രെൻഡ്, ആരാണ് ട്രെൻഡ് ഇറക്കുന്നത്, കഴിഞ്ഞ കൊല്ലത്തെ ട്രെൻഡ് ആരാ ഇറക്കിയെന്ന് അറിയോ? ഏകദേശം ഒരു ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദാ ഇത് ഒരു ടൈ ആൻഡ് ടൈന്റെ ഒരു മുണ്ടും സെറ്റ് സാരിയും സെറ്റ് മുണ്ടിലും ധോത്തീസിലും എല്ലാത്തിനും അതൊരു ട്രെൻഡായി മാറിക്കായിരുന്നു 2024. ഇത് ഇവർക്ക് പേപ്പറിൽ ഈ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരാണ് ഈ ഒരു ട്രെൻഡ് ഇറക്കിക്കുന്നത്. ഇവരെന്ന് പറയുമ്പോ ആര്? ദാ വേഗാസ് വൈശാലി, ഇവരാണ് ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയത്. ഈ പ്രാവശ്യം എന്താണ് ട്രെൻഡ് ഇറക്കണത് ഒന്ന് കയറി നോക്കിയാലോ നമുക്ക്. 2025 പുതിയ ട്രെൻഡി കളക്ഷൻസ് ഓണത്തിന് വേണ്ടി. അപ്പൊ ഇവർക്ക് ഈ ഒരു ചെറിയ ബിൽഡിംഗ് കിട്ടാ, 1, 2, 3 നിലയായിട്ടുള്ള ഈ ഒരു ചെറിയ ബിൽഡിംഗ്, അത് കൂടാണ്ട് ഇതാ അപ്പുറത്തും ഉണ്ട്. ഈ കാണുന്നത് വേഗാസ് വൈശാലി തന്നെയാണ്. അപ്പൊ ടോട്ടലി നോക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡായിട്ട് 2 വലിയ ബിൽഡിങ്ങിലാണ് വേഗാസ് വൈശാലി. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡില്. ഈ പ്രസ് ക്ലബ് ആണ് കേട്ടോ ഈ അടുത്ത് കാണുന്ന ആ ഒരു ബിൽഡിംഗ്, വൈറ്റ് കളറിന്റെ. അപ്പൊ അതിന്റെ ഒക്കെ അടുത്തായിട്ടാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിന്റെ അവിടുന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാട്ടോ. വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ എന്താണ് ഈ പ്രാവശ്യത്തെ ട്രെൻഡ് നമുക്കൊന്ന് കയറി നോക്കിയാലോ. 2025 പുതിയ ട്രെൻഡി കളക്ഷൻസ്. അപ്പൊ രണ്ട് സൈഡായിട്ടും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഇതാ ഇതും ഒരു ഓണം ട്രെൻഡി കളക്ഷൻസ്. ഇവർക്ക് റെഡിമെയ്ഡ് ബ്ലൗസിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഇപ്പൊ ഓണത്തിന് ഇതാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതാവില്ല ട്രെൻഡൊക്കെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. പിന്നെ ഇത് ഇതുപോലത്തെ സാരീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. കാഞ്ചീപുരം സാരീസ്, അതുപോലെ ഡെയിലി വെയർ സാരീസ്, ഓഫീസ് വെയർ സാരീസ് ഒക്കെ ഉണ്ട്. അപ്പൊ കയറി നോക്കാം. ഇത് നോക്കിയടാ, എന്താ സംഭവം. 1 ലക്ഷത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ വൗച്ചറോ, 5 ലക്ഷത്തിന് പർച്ചേസ് ചെയ്താൽ 10000 രൂപ വൗച്ചറോ, ഇതിന് ഫ്രീ ഇതത് ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് കയറി നോക്കിയാൽ എന്താണ് ഇവിടുത്തെ കളക്ഷൻസും വെറൈറ്റീസും. കയറി വരുമ്പോൾ നമുക്ക് ഫുൾ ഓണം കളക്ഷൻസ്. അപ്പൊ ഈ പ്രാവശ്യത്തെ എന്താണ് ട്രെൻഡ് നമ്മുടെ വേഗാസുകാര് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിയാലോ. ഹായ്, എന്താണ് വിശേഷം? നല്ല വിശേഷം. എന്താണ് രണ്ടാളോളോ? അതെന്താ കണ്ണോണ്ട് കണ്ണോണ്ട് ഒരു ആംഗ്യം കാണിക്കില്ല, അതെനിക്ക് മനസ്സിലായില്ല കേട്ടാ. ബാക്കിയുള്ളവർ എവിടെയാണെന്നുള്ളതാണ് തിരക്കായത്. അപ്പൊ ഓണം കളക്ഷൻ കാണിക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരെ വിളിക്കുക, അതായിരിക്കും നല്ലത്. ഈ പ്രാവശ്യത്തെ വേഗാസുകാര് എന്താണ് ട്രെൻഡ് കൊണ്ടുവന്നിരിക്കണത് നമുക്കൊന്ന് നോക്കാം. സെറ്റ് സാരിയില് ഒരു വെറൈറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ പ്രിന്റില് ഓവറോൾ ഉള്ളിലും ഇതുപോലെ പ്രിന്റ് വരും. പിന്നെ ഇത് എടുക്കുമ്പോ നമുക്ക് ഞാൻ നിർത്തിക്കോളാക്കിയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ പിടിച്ചിട്ടുള്ളൂ. ഞാനല്ല പിടിച്ചത്, ഇത് പിടിച്ചത് ഞാനല്ല പിടിച്ചത്. ഓക്കെ, ഇതൊരു ട്രെൻഡായി മാറുന്നു വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിലൊക്കെ വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 5 മുണ്ടൊക്കെ എടുത്തു നിന്നിട്ട് ഈ പ്രാവശ്യം കാശല്ലേ. കാശൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വൈശാലിക്ക്. ഓക്കെ, ഇതെന്താ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാല്ലേ, അക്ഷരമാലകൾ. അത് ഷെൽമിക്ക് മലയാളം വായിക്കാൻ അറിയാൻ പാടില്ല. അറിയില്ലല്ലോ. അപ്പൊ വായിച്ചു പഠിച്ചു. അപ്പൊ ഒരെണ്ണം തന്നാ മതി സാരി, ഞാൻ വീട്ടിലിരുന്ന് വായിച്ചോളാം. അപ്പൊ ഇതാണ്, ഇത് ഫുൾ എംബ്രോയിഡറിയിലാണ് കേട്ടോ ഈ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നണം വേഗാസുകാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. മുഖസ്തുതി പറയണതല്ല, ടിഷ്യൂലാണ്. ഓക്കെ, ബ്ലാക്ക് പ്രിന്റിൽ വരുന്നുണ്ട്. ഇത് ബ്ലോക്ക് പ്രിന്റ് ആണ്. അതെ, ഒരു കാണാനില്ലാന്ന് പറയല്ലേ. പോരാ അതെ, മോളാണെന്ന് പരിചയത്തില്. ഈ മോളുടെ കുട്ടിയായിരുന്നു അത്? ഓക്കെ. ഇത് ബ്ലോക്ക് പ്രിന്റ് വരുന്നത്. ഓക്കെ, ബ്ലാക്ക് കോമൺ ആണ്. ഇത് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, കളേഴ്സ് ബ്ലാക്കിൽ മാത്രം പല പല പ്രിന്റുകൾ വരും. ഓക്കെ, ബ്ലാക്ക് ആണല്ലോ ട്രെൻഡ്.
ഓക്കെ. പിന്നെ അതിന്റെ തന്നെ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. കൊളായിട്ടാ ഞാനല്ല, ഞാൻ തൊട്ടിട്ടേ ഇല്ല. ഡിജിറ്റൽ പ്രിന്റിലോട്ടോ അത് ടെസൽസ് ഒക്കെ വന്നിട്ടുണ്ട്, സ്ട്രൈപ്പ് വന്നിട്ടുണ്ട്. ഇത് ടിഷ്യൂലും ഉണ്ട്, അതുപോലെ തന്നെ കോട്ടൺ. ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് കേരള ട്രഡീഷനിൽ നമുക്ക് വരുന്നത്. ഇത് വരുന്നത് കരയും കസവും കൂടി വന്നിട്ട് അതില് ബ്ലോക്ക് പ്രിന്റുകൾ. ബ്ലോക്ക് പ്രിന്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം ഒരുവിധം ഇല്ലേ, നന്നായി മൂവിങ് ആയിട്ടുള്ളത് ബ്ലോക്ക് പ്രിന്റിലാണ്. അതില് കളേഴ്സ് ഡിഫറെന്റ് ആയിട്ട് വരും കിട്ടും. പിന്നെ ഇപ്പൊ ഈ കാണുന്നത് കുറെ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ എടുക്കുമ്പോ എത്ര പീസ് എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാന്ന് വെച്ചാൽ ഒരു ഡിസൈനിൽ തന്നെ ഇത്ര എടുക്കണം? അല്ല, നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ. അല്ലെ, എപ്പോഴും പറയണ പോലെ വെച്ചാൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടിട്ടൊന്ന്. ഓക്കെ, അപ്പൊ ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. കച്ചവടക്കാർക്ക് മാത്രം നമ്മൾ ഐറ്റം കൊടുക്കുള്ളൂ. നമ്മളത് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 25,000 രൂപയുടെങ്കിലും ഫസ്റ്റ് പർച്ചേസിൽ ചെയ്തിരിക്കണം. ഫസ്റ്റ് ടൈം അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ളത് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അത് അവിടെ നിന്നൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് എങ്ങനെ 25,000 രൂപ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ സാരീസ് ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്, ടോപ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ വെറൈറ്റികളും. ജെന്റ്സിന്റെ ഐറ്റംസ് ഇല്ല, ലേഡീസിന്റെ ഐറ്റംസ്, അതുപോലെ കിഡ്സിന്റെ ഗേൾസിന്റെ ഉണ്ട്, വെസ്റ്റേൺ വെയർ ഉണ്ട്. വെസ്റ്റേൺ വെയർ ഉണ്ട്. ഇവർക്ക് ടോട്ടലി 2 ഷോപ്പ് ഉള്ളത്, ആക്ച്വലി 3, ഒരു ഗോഡൌൺ കൂടി ഉണ്ട്. തൊട്ടപ്പുറത്താണെങ്കിൽ എന്താ ബിൽഡിംഗിൽ ഇരിക്കുന്ന ഐറ്റം, അവിടെ ബിൽഡിംഗിൽ ചുരിദാർ മെറ്റീരിയലും അൺസ്റ്റിച്ചഡ് റെഡിമെയ്ഡ് ഐറ്റംസ്. ഈ ഒരു ഫുൾ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒരു 3 ഫ്ലോറുള്ള ബിൽഡിംഗില് ഫുൾ സാരീസ് മാത്രമായിരിക്കും. സാരീസും റണ്ണിങ് മെറ്റീരിയൽസും പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ്, പിന്നെ കളക്ഷൻസ്. കേറിക്കോളോ, സൈഡിൽ കൂടെ പൊക്കോളൂ, അവര് പൊക്കോട്ടെ. ഓക്കെ. താമര റെഡ് കളറായിരുന്നു കുറച്ചുകൂടി ഭംഗിയായിരുന്നു. ഇതിപ്പോ മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത്. നല്ല കോമ്പിനേഷൻ. എന്താ അതിന്റെ ഡൗട്ട്? എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു 2 ഷെയ്ഡ് കേട്ടോ. ഇത് കാണിക്കുന്ന എല്ലാതും വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് കേട്ടോ. നമ്മള് പെട്ടെന്ന് പറഞ്ഞു പോവാൻ ഞങ്ങളുടെ വാചകടി ഞങ്ങൾ ഈ പ്രാവശ്യം നിർത്തിയിരിക്കുന്നു. ഇത് ഒരു പ്രിന്റിൽ തന്നെ പ്രിന്റ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് വീഡിയോ കോൾ ചെയ്താൽ മതി. പക്ഷെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കടക്കാര് ആവണം എന്ന് നിർബന്ധമുണ്ട്. ചിലർ സിംഗിൾ പീസിന് അല്ലെങ്കിൽ റേറ്റ് അറിയാൻ വേണ്ടി മാത്രം വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്ലീസ് അവോയ്ഡ് ചെയ്യാം അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം കുറെ അങ്ങനെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇവര് റേറ്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഓരോ പീസ് സിംഗിൾ പീസുകളുള്ളവരാണ് വിളിക്കണത്. ഇത് സ്ട്രൈപ്പ് ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് ടിഷ്യൂലാണ് ഇത് വർക്ക് വന്നിരിക്കുന്നത്. വിത്ത് ടെസൽസ് ഇല്ല അല്ലെ. ടെസൽസ് വേണമെങ്കിൽ പിടിപ്പിക്കാന്ന്. ബ്ലൗസ് ഉണ്ട്, വിത്ത് ബ്ലൗസ് ഉണ്ട്. സെയിം റണ്ണിങ് തന്നെ. പിന്നെ ഇതിന്റെ ബ്ലൗസ് എടുക്കാണ്ടിരിക്കാൻ നല്ലത്, കാരണം ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് വരുന്നത്. ഫുൾ ടിഷ്യൂല് എന്നും ഡിജിറ്റൽ പുതിയ പ്രിന്റുകളാണ് വരുന്നത്. കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റ് വരും. പിന്നെ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ അടിയിൽ നല്ല വീതിയിലുള്ള ബോർഡറും ഒരു സൈഡ് പിന്നെ കുത്തണ സ്ഥലം അറിയാം. ബ്ലൗസ് ആണ് ഫുൾ പ്രിന്റ് വരും. ഓക്കെ. ഇത് ഇതിന്റെ തന്നെ വേറൊരു പ്രിന്റും കൂടി ഉണ്ട്. അല്ല, ഇത് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും മാത്രമേ ധോത്തീസ് ഇല്ല. ജെൻസിന്റെ ധോത്തീസിന്റെ ധോത്തീസ് അത് ഓണത്തിന്റെ സമയം മാത്രമേ ഈ ജെൻസിന്റെ വെക്കുന്നുള്ളൂ, അല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല. ഈ പക്ഷെ അപ്പൊ മുണ്ടൊന്നും ഇട്ട് സ്റ്റൈൽ ചെയ്ത അങ്ങനെ ഒരു ലുക്കിലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും കണ്ടില്ല. എന്തായാലും അടുത്ത ഇവരുടെ എന്തെങ്കിലും പേജിലൊക്കെ നമുക്ക് വേണ്ട ഇതിലെന്നെ മതി. കൂടുതൽ കാണണമെങ്കിൽ ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിൽ ഫോളോ ചെയ്താൽ മതി. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ. ഇത് ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ഒക്കെ ഡിജിറ്റലിൽ തന്നെ നമുക്ക് വലുതും ചെറുതായിട്ട് പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതും സെയിം ഞാൻ തോന്നുന്നുണ്ട്. അല്ല, പ്രിന്റ് വ്യത്യാസമുണ്ട്. പ്രിന്റുകൾ വ്യത്യാസമുണ്ട്. അതിന്റെ 10-12 പ്രിന്റുകൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നൊരു നല്ലൊരു പ്രിന്റുകൾ നോക്കിയിട്ട് ഞാൻ അടുത്തത് നമുക്ക് സെറ്റ് മുണ്ടില് അക്ഷരമാല വന്നിട്ടുണ്ട്. ഇതിലും ഉണ്ട് മലയാളം അല്ലേ. അപ്പൊ ഏത് കൊണ്ടുപോയാലും ബ്ലാക്കിലും ഉണ്ട്, കളേഴ്സിലും വരുന്നുണ്ട് ഇതിന്റെ. ഓക്കെ. അപ്പൊ ഇത് സ്ലീവ് പോർഷനാ വരുന്നത് കേട്ടോ. ഇത് പിന്നെ ഇത് ബാക്കി അക്ഷരമാല വരും. അതേപോലെ തന്നെ ഇത് ഫുള്ള് ബോർഡറും വരും. ഇത് കളറിലും വരുന്നുണ്ട്. ഇതിന്റെ കളറ് കളറിനേക്കാളും നല്ലത് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നത്. പക്ഷെ കുറച്ചുകൂടി വലിപ്പമുണ്ട് ഇതിൽ കാണാൻ. അങ്ങനെയാണോ? എങ്ങനെ വേണമെങ്കിലും മലയാളം അറിയുന്നവർക്ക് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ ലുക്ക്. കളറിലും വരുന്നുണ്ട്. അതുപോലെ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ ഇത് ടിഷ്യൂല് തന്നെ സെറ്റ് മുണ്ടിലാണ് കേട്ടോ പ്രിന്റ്. ഹാൻഡ് പ്രിന്റ് ആണ് ഇത് വരുന്നത്. ഇത് ഹാൻഡ് പ്രിന്റിൽ വരുന്നുണ്ട്, നോർമൽ പ്രിന്റ് വരുന്നുണ്ട്, ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്. ദാവണി ഫുൾ ഇങ്ങനെ പ്രിന്റ് വരും. എന്നിട്ട്
അതിന്റെ ബോർഡറിൽ ഇങ്ങനെ ഒരു വർക്ക് മുണ്ടിന്റെ ആ ഒരു പോർഷനില്. അങ്ങനെ പിന്നെ അതിന്റെ തന്നെ ബ്ലോക്ക് പ്രിന്റില് കസവൊന്നും ഇല്ലാതെ വെറുതെ സിമ്പിൾ ആയിട്ട് വെറുതെ ഒരു ഇത് പ്രിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതൊരു പ്രിന്റ് ആണ് അതിന്റെ തന്നെ. ഇതിപ്പോ ഡയറക്റ്റ് വരണമെങ്കിൽ ഇങ്ങോട്ട് വരണം. നമുക്ക് പുതിയതായിട്ട് എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡ് അവിടെ വന്നിട്ട് വേഗസ് വശായിലെ 2 ചെറിയ ഷോപ്പ് കാണും. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ 3 ഫ്ലോർ, അപ്പുറത്തെ ബിൽഡിംഗ് ആണെങ്കിലും 3 ഫ്ലോർ, അങ്ങനെ ഒരു ചെറിയ ബിൽഡിംഗിലാണ് വേഗസ് വൈശാലി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇതിന്റെ പ്രിന്റുകളൊക്കെ ഇഷ്ടം. പിന്നെ കസവില് വരുന്നതാണ്. കസവില് ഡിജിറ്റൽ പ്രിന്റ് കേട്ടോ. സെറ്റ് മുണ്ടില് കേട്ടോ. സെറ്റ് മുണ്ടില്. അപ്പൊ സെറ്റ് പ്രിന്റ് വരും. ഇത് പാവാടിയും ബ്ലൗസ് അതിലും ഉണ്ടോ? അതിലും ഉണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് കാണിക്കാൻ പോയാലോ? ഉണ്ടല്ലേ കാണിക്കാൻ? ഇത് കാണിച്ച തീരൂല. ഇത് കാരണം നമുക്ക് ഇനി 6 ഫ്ലോർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഇതല്ലാത്ത ഇവിടെ വെറൈറ്റീസ് എന്ന് പറയണ നമുക്ക് കാഞ്ചിപുരം സാരി തൊട്ട് നോർമൽ സാരി വരെ ഉണ്ട്. ഷിഫോണിലായാലും ഡെയിലി വെയർ ആയാലും ഓഫീസ് വെയർ ആയാലും അങ്ങനെ. ഒന്ന് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാ ഇവിടെ കിട്ടുന്നത്. ഇങ്ങനെ ഇതിന്റെ കളേഴ്സ് ഈ കസവില് പിന്നെ ഇതിന്റെ 2 കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് കസവില്ലാത്ത നമുക്ക് കട്ടിക്കരയില അങ്ങനെ വേണമെങ്കിൽ, പിന്നെ മുള്ളോത്ത് വേണമെങ്കിൽ മുള്ളോത്തും ഉണ്ട്, പ്രിന്റിലുണ്ട്, ഇത് വിവിങ്ങിലുണ്ട്, എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. എല്ലാ തരം ഐറ്റംസുകളും ഉണ്ട്. സെറ്റ് സാരിയിലും സെറ്റ് മുണ്ടിലും നമുക്ക് ഈ കാണുന്നത് മൊത്തം സ്റ്റോക്ക് ആയിരിക്കണത് കേട്ടോ. ഇതൊക്കെ സെറ്റ് സാരി. ഇത് മാത്രമല്ല നമ്മുടെ ഗോഡൌണിൽ ഇതിന്റെ നമ്മൾ ആകെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഗോഡൌണിലാണ്. അപ്പൊ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. വന്നും പോയിരിക്കും. ഓണം സീസൺ ആണ്. ഞങ്ങളുടെ ഓണം തുടങ്ങി. കാരണം ഹോൾസെയിൽക്കാർക്ക് ഓണം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇനി അടുത്ത മാസം തൊട്ടാണ് റീറ്റെയിലേക്ക് അടുത്ത മാസം ഉണ്ടാവും. നമുക്ക് ഒരു പകുതി വരെ ഉണ്ടാവും. ഈ സൈഡും ഉണ്ട്. ഈ കാണുന്നത് മൊത്തം സെറ്റ് മുണ്ടിന്റെ ഏരിയ ആണ്. ഇത് കംപ്ലീറ്റ് ഈ ഫുള്ള് അല്ലേ? സെറ്റ് മുണ്ടിന്റെ പുളിയിലക്കര എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത് അതിന്റെ ഐറ്റമാണ്. അത് ഡബിളിലും ഉണ്ട് സിംഗിളിലും ഉണ്ട്. അതിന്റെ തന്നെ അതുപോലെ സിൽവറിനെ നമ്മൾ കാണിച്ചില്ല തോന്നുന്നുണ്ട്. സിൽവറിലും ഉണ്ട്, ഒരുപാടുണ്ട്. അതായത് സിൽവറിലും ഉണ്ട്, ഗോൾഡനിലും ഉണ്ട്. അതൊന്നും നമുക്ക് കാണിച്ചത് റെഗുലർ ഐറ്റം ആയതുകൊണ്ടാണ് അത് കാണിക്കാൻ. സിൽവറിൽ ഇപ്പൊ നോർമൽ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ലവേഴ്സിന് ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുമ്പോൾ ഇത് ഫുൾ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്നതാണ്. അപ്പൊ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് വിളിക്കുക, നേരിട്ടിട്ട് സംസാരിക്കുക, എന്തൊക്കെയാണ് പ്രൊസീജിയർ കാര്യങ്ങൾ. പിന്നെ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരൂ. കാരണം 25,000 എന്നൊക്കെ നമ്മൾ ഈ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതല്ല, നമുക്ക് ഇവിടെ വന്നിട്ട് ചിലവര് കച്ചവടക്കാരില്ലാത്തവര് വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ 50,000 രൂപയുടെ സാധനം എടുക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കില്ല. കച്ചവടക്കാരാകുമ്പോ സെറ്റ് വൈസ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഒരു 15,000 രൂപയുടെ ആണെങ്കിലും നമ്മൾ ഐറ്റം കൊടുക്കും. അത് കച്ചവടം 25,000 രൂപ പറയണതിന്റെ കാര്യം ഇതാണ്. നമ്മള് പിന്നെ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് ചിലപ്പോൾ 25 മൊത്തത്തില് നമുക്ക് കയ്യിലുണ്ടാവില്ല. അപ്പൊ ചിലപ്പോ ഒരു 5-10 കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതും പ്രൂഫ് വേണം. നിങ്ങൾ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള പ്രൂഫ് വേണം. എന്നാൽ മാത്രമാണ് നമ്മൾ കൊടുക്കുള്ളൂ. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയാൽ കടയില് നല്ല തിരക്കായി. ഇപ്പൊ നമ്മളിതാ ഗോഡൌണിലേക്ക് വന്നിട്ട് അവിടെ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഡിസൈൻസ് കാര്യങ്ങൾ ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെയും ആ സെയിം കടയിലത്തെ സെയിം സംഭവം തന്നെയാണ്. ഇഷ്ടംപോലെ വെറൈറ്റികളുള്ളത്. ഇതും ഒരു 3-4 ബിൽഡിംഗ് 4 ഫ്ലോർ തെറ്റിപ്പോയി. ബിൽഡിങ്ങിന്റെ എണ്ണം കൂട്ടാൻ നോക്കണ്ട. അപ്പൊ 3 ബിൽഡിംഗ്, ഇനിയിപ്പോ 4, 5, 6 അങ്ങനെ കയറി പോകും. ഇവിടെ ദൈവാനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒരു ബിൽഡിങ്ങിൽ നിന്നും നമ്മൾ തുടങ്ങിയതാ. 2ാമത്തെ ബിൽഡിംഗായി, 3ാമത്തെ ബിൽഡിംഗായി. ഇനി ഇവിടെ എന്താ ഐറ്റം താഴത്തെ? ഇവിടെ നമ്മളുടെ ബണ്ടിൽസ് കംപ്ലീറ്റ് വരുന്നത് ഇവിടെ ഇരിക്കുള്ളൂ. ഇവിടുന്നാണോ പിന്നെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റിക്കർ ആക്കി നമ്മള് ഷോപ്പിലേക്ക് എത്തിക്കണത്? അപ്പൊ കുറച്ച് കളക്ഷൻസ് ഒന്നും ഇവിടെ കാണിക്കാം. അവിടെ എന്തായാലും കാണിക്കാൻ പോസിബിൾ അല്ല. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പൊ കസ്റ്റമർ ഓണത്തിന്റെ പർച്ചേസിങ്ങിന് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ആൾക്കാർ വന്നും പോണത് കൊണ്ട് നിങ്ങൾക്ക് ഡിസൈൻസ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. നമുക്കൊന്ന് കയറി നോക്കിയാലോ എന്താണ് ഇവിടെ. ഇവിടെ എന്താ അവിടെ ഇരിക്കുന്ന സംഭവമൊക്കെ തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. കൂടുതലുണ്ട്. അപ്പൊ കൂടുതൽ കാണണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരണ വേണമെങ്കിൽ ഈ കസ്റ്റമറോ വേണ്ട വേണ്ട. അപ്പൊ പിന്നെ അവരെന്തായാലും വരും. കാരണം ഇവിടെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? എവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് കാണിക്കണ്ട. ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഗോഡൌൺ ഒന്ന് റൗണ്ട് അടിച്ച് ഒന്ന് കാണിച്ചാൽ മതി. വെറൈറ്റി കാണണ്ടോ? വെറൈറ്റി ഇല്ല, വെറൈറ്റി കാണിച്ചു കൊടുക്കാം. സമാധാനപരമായിട്ട് വെറൈറ്റി ഇരുന്ന് കിടന്നോ അങ്ങനെയാണെങ്കിൽ കാണിക്കാം. ശരി, ആയിക്കോട്ടെ. ഒരു ഹായ് പറഞ്ഞോ.
ഇവിടെ ഒരാള് നിൽക്കുന്നുണ്ട്, നമ്മുടെ പഴയ ആളാണ് അല്ലേ? ആ, കൊറേ വർഷങ്ങളായിട്ട് അണ്ടന്മാരെ പോലെ മറ്റേ ഇനി ചിലപ്പോ നാട്ടിച്ച് വീട്ടിൽ പോവാ നമുക്ക്. ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ എന്തായിട്ട് ഇവിടെ കളക്ഷൻ. ഇവിടെ നമ്മുടെ ഓഫീസ് ഒരു ഭാഗത്തുണ്ട്. ഈ സൈഡിലാണ് ഫുൾ ഇവരുടെ ഓഫീസ്, കണക്കുകൾ മൊത്തം. ഇത് അതെ, കണക്കുകൾ മൊത്തം ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് കണക്കുകൾ മൊത്തം. അതൊന്നും നമുക്ക് നോ അഡ്മിഷൻ, അങ്ങോട്ട് കയറാൻ അനുവാദമില്ല. അപ്പൊ ഇത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡ് എന്താണ്? ഇത് നമ്മളുടെ താഴെ നമ്മൾ ബണ്ടിൽ പൊട്ടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് സാരി ഐറ്റംസുകൾ വെക്കുന്നത്, ഈ ഭാഗത്തായിട്ടാണ്. ഇത് ഷോറൂം അല്ല, ഷോപ്പും അല്ല, ഗോഡൌൺ മാത്രമാണ് കേട്ടോ. ഷോപ്പ് നമ്മൾക്ക് മെയിൻ ആയിട്ട് പ്രസ് ക്ലബ് റോഡില്. ഇത് എവിടെ സ്ഥലം ഒന്നും നമ്മൾ പറയുന്നില്ല. ഇല്ല, അത് പിന്നെ പറയാം. നമുക്ക് പറയോ ഗോഡൌൺ എവിടെയാണ്? മെയിൻ കസ്റ്റമേഴ്സ് എടുക്കാറുണ്ട്, ഐറ്റംസ് ഒക്കെ എടുക്കാറുണ്ട് ഇവിടെ. മെയിൻ കസ്റ്റമേഴ്സ് മെയിൻ കസ്റ്റമേഴ്സുകൾ ബാക്കിയുള്ളവരൊന്നും കസ്റ്റമേഴ്സ് അല്ല. എന്ന് പറയുമ്പോ പിന്നെ എന്താ ഉദ്ദേശിക്കണേ? കുറച്ച് നല്ല ഹെവി ആയിട്ട് എടുക്കണം. 5 ലക്ഷത്തിന്റെ 5 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ അങ്ങനെയല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ കസ്റ്റമറെ കൺഫ്യൂഷൻ ആക്കല്ലേ. എന്തായാലും അവര് ഊഹിക്കണത് ഇതെന്തായാലും സാരീസിന്റെ ഒരു സെക്ഷൻ ആണ്. ഇനി ഇവിടുന്ന് പോവാ നമുക്ക്. ഇതിപ്പോ ഒരു ഫ്ലോറും കൂടിയായി, ഇനി അടുത്ത ഫ്ലോറിലേക്ക് കയറാം. പിന്നെ ഇതിന്റെ മേളിൽ ഒരു ഫ്ലോർ ഉണ്ട്. മേളുണ്ട്. സെക്കൻഡ് ഫ്ലോറിലേക്ക് എന്നെ എക്സസൈസ് ചെയ്യാത്ത കാരണം നടത്തിക്കാനുള്ള പരിപാടി. ലിഫ്റ്റ് ഉണ്ടായിട്ട് തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടിച്ച് കസ്റ്റമർ അങ്ങനെ ഗോഡൗണ്ട് കാണും. ലിഫ്റ്റ് കയറിയ നേരെ ലിഫ്റ്റ് കയറി വരണ്ടേ? അതെ, പക്ഷെ എന്നാലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ബട്ടൺ അതിലില്ലേ? കരുതി കൂട്ടിട്ടാണ് അങ്ങനെ. അപ്പൊ പറയണേ ചുരിദാർ മെറ്റീരിയലിന്റെ ആണ്. ചുരിദാർ മെറ്റീരിയൽ, ധാവണി, അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഇവിടെ. ഈ ഒരു സെക്ഷൻ ഫുള്ള് ഓപ്പൺ. കുറച്ചുകൂടി ഇങ്ങോട്ട് പോന്നു, കസ്റ്റമർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടി ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഇവിടെയാണ്. റെഡിമെയ്ഡിന്റെ അല്ല, റെഡിമെയ്ഡിന് ഇനി വേറൊരു സെക്ഷൻ, മേളിലത്തെ ഫ്ലോർ. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ അപ്പുറത്തെ സെക്ഷൻ എന്താണ്? അവിടെയും ഇത് റണ്ണിങ് മെറ്റീരിയൽ ഐറ്റംസുകൾ, മെറ്റീരിയൽസ്. ഒരു ബിൽഡിങ്ങിന്റെ നടുക്കില് സ്റ്റെയർ കേസ്, അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ആയിട്ട് നിറയെ കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. ആ സൈഡ് ഒന്ന് നോക്കിയാലോ? ഇവിടെയും ഇതൊക്കെ തന്നെയാണ് അല്ലേ? ഇതൊക്കെ തന്നെയല്ല, ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസ് ഐറ്റംസുകൾ, പിന്നെ ഫോൾഡിങ്, അത് കസ്റ്റമർ എടുക്കുന്ന ഐറ്റംസുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കറക്റ്റ് പാക്കിംഗ് ആക്കി വെച്ചിട്ട് അങ്ങനെ പോണത് അല്ലേ? ഓക്കെ. പിന്നെ റണ്ണിങ് മെറ്റീരിയൽ, അണ്ടർ സ്കേർട്ട്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. സ്റ്റോക്ക് വൈശാലി അല്ലേ, വെറൈറ്റി ഇല്ലാതിരിക്കോ? വെറൈറ്റി 2025 വെറൈറ്റി എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, പോവാം. നമ്മൾ 5 വരെ കിട്ടിയിട്ടില്ലല്ലോ ആ വീഡിയോ ചെയ്യാനായിട്ട്. എല്ലാരും അങ്ങോട്ടും കൂടെ ബിസിയാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഓണത്തിരക്ക് തുടങ്ങി. അവിടെ തിരക്ക്, അതുകൊണ്ട് ഗോഡൌണിൽ തന്നെ. ഗോഡൌണിലാണെങ്കിൽ ഇവിടെ വിശാലമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആക്ച്വലി ഇത് സൗകര്യം ഇല്ല, ഇതെന്നെ തികയണില്ല ഞങ്ങൾക്ക്. ഞങ്ങള് ചെറിയൊരു സെറ്റപ്പാണ്, സ്റ്റുഡിയോ റൂം. അത് തുണികളുടെ ഒരു ലോകത്താണല്ലോ ഇവര് ജീവിക്കണത്. അപ്പൊ ഫുള്ള് തുണി പല പല നന്നായിണ്ട്. നന്നായിണ്ട്. അതിന് പറഞ്ഞ എല്ലാ തുണികളും വേസ്റ്റ് കുറെ കിട്ടൂല, സാമ്പിൾസ് ഒക്കെ കിട്ടൂല. അത് വെച്ചിട്ട് അവര് കർട്ടൻ മാത്രമല്ല, അവിടെ ഇവിടെ നോക്കാം എല്ലായിടത്തും കർട്ടൻ. ഇതിന്റെ പിരി വരെ അതൊക്കെ ആക്കി. ഇനി വാചകോടി നിർത്താം നമുക്ക്. എന്നുവെച്ചാ കളക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെറൈറ്റി ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമ്മളെ സാരി തന്നെ തുടങ്ങാം. പ്രീമിയം സാരിയാണത്, നല്ല കട്ട് വർക്ക് ഒക്കെ വന്നിട്ട്. കട്ട് വർക്ക് ആണ് കേട്ടോ സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വെറൈറ്റിയിൽ ഇപ്പൊ ജിമ്മിച്ചുക്കി എന്ന് പറയില്ലേ, ആ മെറ്റീരിയൽ ആണ്. ജിമ്മിച്ചു അതന്നെ. അപ്പൊ ഈ കളേഴ്സ് എല്ലാം കാണിക്കുന്നത് മൊത്തം എടുക്കണം? ഇല്ല, അങ്ങനെയില്ല. ഇതിനകത്ത് 3 കളറ് 4 കളറ് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ. അപ്പൊ ഈ കാണിക്കുന്നതിന് തന്നെ കട്ട് വർക്കിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു എല്ലാത്തിന്റെ ഓരോരോ സെറ്റേ കാണിക്കുന്നുള്ളൂ. എല്ലാത്തിന്റെ ഇല്ല, പരമാവധി ഒരു ലിമിറ്റ് ഉണ്ടല്ലോ വീഡിയോയില്. അതിൽ തന്നെ ഫുൾ എംബ്രോയിഡറി വന്നത് ഇതിലാണ്. സ്കാലപ്പ് ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ട്. ഇങ്ങനെ കളേഴ്സ് 4 കളർ ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ റേറ്റ് അറിയണമെങ്കിൽ വീണ്ടും പറയാണ്, ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാം ഇല്ലേ? ഇതും കട്ട് വർക്കിൽ തന്നെ ഒരു എംബ്രോയിഡറിയുടെ ഡിസൈൻസ്. ഇതാ ഇങ്ങനെ എംബ്രോയിഡറിയുടെ വർക്ക്, അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. ഈ 4 ഷെയ്ഡ് എന്തായാലും എടുക്കണം, മസ്റ്റ് ആണ്. കച്ചവടക്കാരാകുമ്പോൾ അവർക്ക് അറിയാം എന്തായാലും
ഇനി റീസെല്ലേഴ്സ് അലൗഡ് അല്ല. റീസെല്ലേഴ്സ് കാര്യം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസെൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. റീസെൽ അലൗഡ് അല്ല, ഓൺലി കച്ചവടക്കാർക്ക് മാത്രം. പിന്നെ സിൽക്കി ജോർജറ്റില് സൈഡിൽ ഇങ്ങനെ കട്ട് വർക്ക് ഐറ്റംസ് ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ 4 ഷെയ്ഡ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേഗാസ് വൈശാലി മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത് സാരീസിലാണ്. അത് വെറുതെ പറഞ്ഞതല്ല. കൂടുതല് വേഗാസ് വൈശാലി എന്ന് വെച്ചാൽ സാരീസ് ആണ് ഇവർക്ക് മെയിൻ. ഒരു 2-3 ഫ്ലോർ സാരീസ് മാത്രമാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഫുൾ ഇങ്ങനെ വർക്കാണ്, കാന്ത വർക്ക്. അതുപോലെ ഈ പ്രിന്റില് കാന്ത വർക്ക്. അതേപോലെ തന്നെ ഈ കാണുന്നത് എംബ്രോയിഡറി ആണ് കേട്ടോ. ഈ കാണുന്നത് കൈകൊണ്ട് ഹാൻഡ് എംബ്രോയിഡറിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഫ്രഞ്ച് നോട്ട് ഉണ്ട്, കാന്ത വർക്ക്, രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത്. ഡിഫറെന്റ് ഷെയ്ഡ്സ് വരുന്നത്. ഡിഫറെന്റ് തുണി നല്ല തുണിയാണ്, സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പൊ ഇതൊരു സ്റ്റുഡിയോ റൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് നല്ല ഡിസൈൻസ് ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാം. മറ്റേതൊക്കെ പറയുമ്പോ ആ തുണി റെഡി ആകുമ്പോ ആപ്ലിക് വർക്ക് കോട്ടയില് ആപ്ലിക് വർക്ക് മുന്താണിയാണ് ഈ കാണുന്നത് വർക്ക്. അതിന് തന്നെ കളേഴ്സ് വരുന്നുണ്ട്. ബേസ് വൈറ്റ്, ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ്. ഇതിന്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇത് ഫുൾ അല്ലേ? അങ്ങനെയല്ല, അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇത് ഇത് അടിപൊളിയല്ല. വേഗാസ് വൈശാലി എന്നുള്ള ഞങ്ങളുടെ ഫോളോ ചെയ്യണം. ഓക്കെ, അടുത്തത് അടിപൊളി സാരി. ഇത് ബനാറസിലെ ഒരു ട്രെൻഡാണ്. സ്ട്രൈപ്പ് സാധാരണ ഫുൾ ബാറ്റിക് പ്രിന്റ് ആണ്. അതെ, ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ഓവറോൾ എന്ന് വെച്ചാൽ ലൈൻ ആണ്. ഉടുത്തു വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ഫീൽ ചെയ്യുന്നത്. അതിന്റെ ഇത് അതിൽ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ്. പിന്നെ ഈ കാണുന്ന വൈറ്റ് ഒക്കെ അതിന്റെ പ്രിന്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഈ പ്രിന്റ് നമുക്ക് ഇത് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റും അല്ലേ? ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. ഇത് ഫുൾ സിബോറി ഡിസൈനില് സൈഡില് ചെറിയ ഒരു വർക്ക് പോയിട്ടുണ്ട്. സിബോറി ഡിസൈനില് സൈഡ് ചെറുതായി ബോർഡർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് പറഞ്ഞ സൈഡിൽ വർക്കല്ല, സോറി, ബോർഡർ ഞാൻ വർക്ക് എന്നാണോ പറഞ്ഞത്? സോറി, ബോർഡർ. അതില് ഇങ്ങനെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് അതിന്റെ സ്ലീവില് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. വർക്കല്ല പ്രിന്റ്. ഓ സോറി, വർക്കല്ല പ്രിന്റ്. ഇന്ന് മൊത്തം മൈൻഡ് പോയിട്ടിരിക്കാന്ന്. അപ്പൊ ഇത് ഡിഫറെന്റ് കളേഴ്സ് കേട്ടോ. അങ്ങനെ 5 ഷെയ്ഡ് വരുന്നുണ്ട് ഇതില്. ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഈ കാണുന്ന ഷെയ്ഡ്. ഇതും ഫുൾ ബനാറസി. അത് നിർത്തി കഴിഞ്ഞാൽ കൊള്ളാണ്ട്. അതെ, പിള്ളേരെ വന്ന് മടക്കിക്കോട്ടോ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ലൈൻ പോയിട്ടുണ്ടല്ലോ, ലൈൻ പോയിട്ടുണ്ട്. പിള്ളേരുകള് അയ്യോ ഫുള്ളി ഇങ്ങനെ ലോഡ് കണക്കിന് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സാധനങ്ങള് ഇന്ന് വിടില്ലല്ലേ? ഇന്ന് പോണ പ്രശ്നമില്ല. അവിനാശി പറഞ്ഞിട്ടുണ്ടല്ലോ 2 ദിവസത്തേക്കുള്ള വീഡിയോ പറഞ്ഞിട്ടില്ലേ? ഓ നന്നായിട്ട്. ഇതും ഫുൾ ബനാറസി ജോർജറ്റില് കോൺട്രാസ്റ്റില് വരുന്നത്. കോൺട്രാസ്റ്റ് എപ്പോഴും ട്രെൻഡ് ആണ്. ആ സിംഗിൾ ഷെയ്ഡ് ബനാറസി എന്ന് പറയുമ്പോ എപ്പോഴും ട്രെൻഡ് ആണ്. അതിനൊരു കാലോ ഒരു ഫെസ്റ്റിവലോ ഒന്നും അതിനാവശ്യമില്ല. ഫുൾ കളേഴ്സ് വരുന്നുണ്ട്. ഫുൾ ജെറിയിലെ ബനാറസി. ഇതൊരു സിംഗിൾ ഷെയ്ഡാന്ന് തോന്നുന്നുണ്ടല്ലേ? മറ്റേ കോൺട്രാസ്റ്റ്. ഇത് സിംഗിൾ ആയിട്ട് സിംഗിളില് ജെറി വർക്ക് മുന്താണി. അതുപോലെ ബ്ലൗസ് പീസ് എല്ലാം അടക്കമായിട്ടാണ്. ബ്ലൗസ് വേണമെങ്കിൽ ഫ്രീ ആണ്. അടിപൊളി കളേഴ്സ് ആണ്. അതെ, നല്ല ഷെയ്ഡ്സ്. 3-4 ഷെയ്ഡ് എടുത്താൽ മതി കേട്ടോ. പിന്നെ വീണ്ടും പറയണ ഇങ്ങനെ 3-4 ഷെയ്ഡ് മാത്രം എടുത്താൽ മതി പറഞ്ഞാൽ അത് മാത്രം എടുക്കാനായിട്ട് വരുമായിരിക്കും. അല്ല, ചിലർ അത് മാത്രം കേട്ടിട്ട് വരരുത്. കച്ചവടക്കാർക്കാണ്. ഇനി അടുത്തത് ഫുൾ ടിഷ്യൂ. ടിഷ്യൂല് ഫുൾ വർക്ക് വരുന്നത് അല്ലേ? ഫുൾ വർക്ക്. ഇതില് കണ്ണത് മൊത്തം വീവിംഗ് ആണ്. ഒക്കെ ഡബിൾ ഷെയ്ഡ് അല്ല പോലെ ഫീൽ ചെയ്യും. പോലെയല്ല, ഡബിൾ ഷെയ്ഡ് തന്നെ. അതില് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞ് ചോദിച്ചാൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഒരു മാസം അതന്നെ ചോദിച്ചാൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴും പഴയ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും കോൾസ് മെസ്സേജസ് വരാറില്ലേ? പിന്നെ അപ്പൊ ആ സാധനം ഉണ്ടോ ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഞാനല്ലോ ഇതൊക്കെ നിവർത്തിയത്. അല്ല, ഞാനല്ല എന്ന് പറയാ. കുട്ടി ഇങ്ങോട്ട് വരൂ, ഇതൊന്ന് സൈഡിലേക്ക് മാറ്റൂ. ഇതാ
ഇത് ബ്ലാക്ക് ജെറിയില് ബ്ലാക്ക് ജെറി ഇതിന് ചാർക്കോൾ ജെറി എന്നും കൂടി പറയില്ലേ ചാർക്കോൾ ജെറി എന്നും കൂടി പറയും അതിൽ ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് പിങ്ക് ജെറി പോയി ഇപ്പൊ ചാർക്കോളിലേക്കാണ് മെയിൻ ആയിട്ടുള്ള കയറ്റം അല്ലേ ബ്ലാക്ക് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അല്ല കളേഴ്സ് കഴിഞ്ഞിട്ടില്ല ഒരു 10-12 അതെ കണ്ടുപോയിരിക്കാനാ ഇത്രയും കളേഴ്സ് ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ ഇല്ലട്ടോ ഇവിടെയുള്ളത് ഇത് ഇവിടെയുള്ള അവരുടെ കൊറേയൊക്കെ അങ്ങോട്ട് പോകും അവിടെ പോകുമ്പോഴേക്കും വേറെ ആൾക്കാർ കാണും അപ്പൊ തന്നെ അത് സെയിലായി പോകും പിന്നെ അടുത്തത് നമ്മൾ വേറെ പിടിക്കേണ്ടി വരും അല്ലെ അങ്ങനെയല്ലേ അടുത്തത് ഇത് കോൺട്രാസ്റ്റിലാണ് ഇത് വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റില് ചെറിയ വർക്ക് തന്നെയാണ് ഇങ്ങനെ ബോർഡർലെസ് ആണ് ഇതല്ലേ അത് ജോയിന്റ് അത് കിട്ടില്ല കോൺട്രാസ്റ്റില് ബോർഡർലെസ്സിൽ വരുന്നത് ഇതിലും കളേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് ആണ് ഇത്രയും 5 ഷെയ്ഡ് ചാർക്കോളിന്റെ ഡിസൈൻ അല്ല ആക്ച്വലി വീവിങ് ഓഹോ എന്താ രസം ഇത് ഫുള്ള് ഞങ്ങള് പോയി കയ്യോടെ നമ്മള് എല്ലാം പ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നതാണ് അതെ അല്ലാണ്ട് എംബ്രോയിഡറിയില് ഫുൾ വർക്ക് ടോൺ ടു ടോൺ ആണ് ഇത് ടോൺ ടു ടോണും വരുന്നുണ്ട് കോൺട്രാസ്റ്റിലും വരുന്നുണ്ട് തോന്നുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ഓൺ ചെയ്തിട്ടുള്ള വർക്ക് പിന്നെ ഈ കാണുന്ന ഇതിലത്തെ ടാഗ് കാര്യങ്ങൾ മൈൻഡ് ചെയ്യരുത് അത് നിങ്ങൾക്ക് വിൽക്കാനുള്ള പ്രൈസ് ആണ് നമ്മുടെ പ്രൈസ് നമ്മൾ പറയുന്നതല്ല അത് ചിലപ്പോ അതിൽ കിട്ടും അപ്പൊ ഇതാണോ റേറ്റ് എന്നുള്ള ഒരു ഡൗട്ട് വരും അപ്പൊ അതല്ല നമ്മുടെ ഇല്ലേ കോഡാണ് ഓക്കെ കോഡാണ് അപ്പൊ പിന്നെ പ്രശ്നമില്ല ഇത് ഫുൾ എംബ്രോയിഡറി അതെ ടോൺ ടു ടോണിൽ ഈ കാണുന്നത് മൊത്തം എംബ്രോയിഡറിയുടെ ഡിസൈൻ ആട്ടോ സൈഡിൽ ആ ഒരു ബോർഡർ വർക്ക് കാണുന്നത് മൊത്തം എംബ്രോയിഡറിയുടെ വർക്ക് അതിൽ ഡിഫറെന്റ് കളേഴ്സ് ടോൺ ടു ടോണിൽ തന്നെ ഇത് വരുന്നത് അല്ലേ കുറെ ഇങ്ങനത്തെ എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ഉണ്ട് എന്നാ നമുക്ക് റേറ്റ് കൂടിയ കാഞ്ചീപുരം ടൈപ്പ് ആയിട്ടുള്ള ഇത് ഫാൻസിയിൽ വരുന്നതാണ് ഇത് ഫാൻസിയില് ഇതെന്താ സംഭവം മോഡേൺ അല്ലേ ഇതെന്താ തുണി ഇത് നമ്മള് സെമി ജോർജറ്റ് എന്നൊക്കെയാണ് പറയണത് അങ്ങനെ നമ്മൾ പറഞ്ഞെടുക്കുന്നു പക്ഷെ കാണുമ്പോ പക്ഷെ ഒരു സിൽക്കി ഒരു ഫീലിംഗ് അല്ലേ സിൽക്ക് ഫിനിഷിംഗ് ബ്ലാക്ക് ആൻഡ് സിൽവർ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ട്രെൻഡ് ആണ് പക്ഷെ അതിന് തന്നെ ഡിഫറെന്റ് കളേഴ്സും അവൈലബിൾ ആണ് ഇതൊരു നല്ല പാർട്ടി വെയർ കളക്ഷൻ അടിപൊളി കളേഴ്സ് നല്ല സൂപ്പർ നല്ല പാർട്ടി വെയർ നമുക്ക് ഫെസ്റ്റിവലിനോ ഫംഗ്ഷനോ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതന്നെ ഈ ബ്ലാക്കിൽ വരുമ്പോ റെഡ് ആണ് കോൺട്രാസ്റ്റ് വരുന്നത് അപ്പൊ പിങ്കില് ഗ്രീൻ വരും അങ്ങനെ ഓരോന്നിനും കോൺട്രാസ്റ്റ് വരുന്നത് റെഡില് ബ്ലാക്ക് ബ്ലാക്കില് റെഡ് അങ്ങനെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് വെക്കുന്നത് ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഓണം ട്രെൻഡ് ഇത് കഴിഞ്ഞ കൊല്ലത്തല്ല ഇത് പുതിയ കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന്റെ സെറ്റ് സാരിയിൽ ആണല്ലോ ട്രെൻഡ് ഇറക്കി പറഞ്ഞത് മോനടുത്ത് കേക്കൂ പേപ്പറിൽ വാർത്ത വന്നത് അത് നമ്മളിപ്പോ എന്ത് ചെയ്തു ഇങ്ങനെ ഫാൻസി സാരിയിലാക്കിയത് മറ്റേതാകുമ്പോ വാഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇതാകുമ്പോ നമുക്ക് എങ്ങനെയാണെങ്കിലും വാഷ് ചെയ്യാം മറ്റേത് വാഷ് റെഡില് ഇത് വൈറ്റില് പിടിക്കും ഇത് അങ്ങനെ കുഴപ്പം വരില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പട്ട് സാരിയിൽ കയറ്റിന്ന് ഇപ്പൊ പറയണത് ഫുള്ളായിട്ട് ഒന്ന് കേക്ക് നല്ല കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഓ അപ്പൊ ഈ പ്രാവശ്യത്തെ ട്രെൻഡിന് നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ ഓണം കളക്ഷന്റെ ട്രെൻഡിന് വേണ്ടിട്ട് 2025 ഇതിന്റെ അടിപൊളി വീഡിയോ ഞങ്ങളുടെ വേഗസ് വൈശാലിയുടെ അതിന്റെ ഇടയിലൊരു വെടിയേക്കില്ലേ ഓക്കെ ഇത് സിൽവറില് അല്ലേ ഫുൾ സിൽവറില് സിൽക്ക് സാരി സിൽവർ അതില് സെയിം അതിൽ തന്നെ ഫുൾ ഓവറോൾ ഈ ഒരു വർക്ക് വീവിംഗില് പോയിട്ടുള്ളത് കേട്ടോ സിൽവറിലാണ് ഇതിന്റെ ഫുൾ ഇതിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു സൈഡ് വീതി കൂടിയ ബോർഡർ ഒരു സൈഡ് സിൽവറില് ഒരു സൈഡ് വീതി കുറവും കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത് ഇത്രയും കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ
അപ്പൊ ഈ കളേഴ്സ് നോക്കി നിങ്ങൾ ഇപ്പൊ വരാൻ പറ്റാത്തവർക്ക് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്? ഇപ്പൊ ഫസ്റ്റ് ടൈം ഓൺലൈൻ വഴി നമ്മൾ ചെയ്ത് കൊടുക്കും. അല്ല ഫസ്റ്റ് ടൈം സാധാരണ വരണം ഫസ്റ്റ് ടൈം നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു കട ഓപ്പൺ ചെയ്യാൻ പോണ ആൾക്കാരാണെങ്കിൽ അവർ ആദ്യമേ വന്ന് അവരൊന്ന് ഫീൽ ചെയ്യണ്ടേ മെറ്റീരിയൽ ഒന്ന്, എന്താണ് മെറ്റീരിയൽ, എന്താണ് ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വേണം ഒന്ന്. അല്ലാതെ വെറുതെ നമ്മൾ ഫോണിൽ കൂടി കണ്ട് കുറെ സാധനം പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് കച്ചവടം ചെയ്യണമെന്നില്ല, കച്ചവടം വന്നൊന്നുമില്ല. കാരണം അതിന്റെ മെറ്റീരിയൽ എന്താണെന്ന് അവർ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഫോണിൽ കാണിക്കുന്ന കളർ ആയിരിക്കില്ല അവർക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഡാർക്ക് ലൈറ്റ് ആയിട്ടൊക്കെ തോന്നും. പിന്നെ അതൊരു കംപ്ലൈന്റ് ആകും. അപ്പൊ അതുകൊണ്ടിട്ട് ഫസ്റ്റത്തെ പർച്ചേസ് നിങ്ങൾ മാക്സിമം വൈഗസ് വൈശാലില് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്നത് വേറെ ആയിരിക്കും, കളർ വേറെ ആയിരിക്കും. അല്ല ചിലപ്പോൾ നമ്മളിത് ഫോണിൽ എടുക്കുമ്പോൾ ഇതിന്റെ കളർ വ്യത്യാസം ഉണ്ടാവും, ചെറുതായിട്ട് ഒരു വേരിയേഷൻ എന്തായാലും. അതിപ്പോ ക്യാമറയില് ആയാലും എന്തിലായാലും ചെറിയൊരു നമ്മുടെ കണ്ണിക്കൂടെ കാണുന്നതല്ല ക്യാമറ കൂടെ കാണുന്നത്. അപ്പൊ അതിന് മാറ്റമുണ്ട്. അപ്പൊ വരാൻ പറ്റാത്തവർക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചത്? വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈൻ വഴി ചെയ്ത് കാണിച്ചു കൊടുക്കും, വീഡിയോ കോൾ. അത് നിവർത്തി ഇല്ലാത്തവർക്ക്, അത്രയും നിവർത്തി ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. മാക്സിമം അങ്ങനെ വരുന്നത് NRI കസ്റ്റമർ ആണ് കൂടുതൽ വരുന്നത്. പിന്നെ കേരളത്തിലുള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് വന്നിരിക്കണം. കേരളത്തിൽ പുറത്താണെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് നോക്കാം. ഇത് കോൺട്രാസ്റ്റില് ബോർഡർ ഉണ്ട്, വൺ സൈഡ്. എന്നാൽ രണ്ട് സൈഡ് ഡിഫറെന്റ് മാത്രം ചെറിയൊരു ക്രീമിഷ് കോൺട്രാസ്റ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക്. ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ഒരു 5 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. 5 ഷെയ്ഡ്, ഡിഫറെന്റ് ഷെയ്ഡ്സ്. ഇതെന്താ കവിത നിന്ന് ക്ഷീണിച്ചോ? അവിടെ ഇരുന്നോ കവിതക്ക് ഇരിക്കാൻ പറ്റില്ല, അതൊക്കെ ഉണ്ട്. പൈസ ഇതോടാ അത് ഞാൻ പറയണില്ല. എന്താണ് കവിത? ഞാൻ അറിയാത്തൊരു രഹസ്യം. തെറ്റിദ്ധരിക്കണ്ട, നല്ലതാ. ഇതാണോ ഈ വയസ്സാം കാലത്തോ? വയസ്സായത് ആയിക്കോട്ടെ അല്ലേ? അതെ. കളേഴ്സ് നോക്കൂ. വാചകം ഇല്ലാന്ന് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുക. ഓക്കെ, ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഫുള്ള് വീവിംഗിൽ വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ്. അപ്പൊ ഇനി അടുത്ത സാരി വേഗം പോന്നോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ. ഇത് ലിനനില് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ലിനൻ. നല്ല കംഫർട്ടബിൾ ആണ് കൊടുക്കുമ്പോഴും. ഇത് മുന്താണിയുടെ ഒരു പോർഷൻ, സൂപ്പർ മുന്താണി. അതിന്റെ കളേഴ്സ് ഇങ്ങനെ ഇത്രയും കളേഴ്സ് ഒരു 5-6 ഷെയ്ഡ് വരുന്നുണ്ട്. ഒക്കെ നല്ല നല്ല സൈഡിൽ ഇങ്ങനെ ഒരു സാറ്റിൻ ഫിനിഷിങ്, ഒരു ചെറിയ സിൽവർ ബോർഡർ ആണ്, പക്ഷെ സാറ്റിന്റെ ഫിനിഷിംഗ് പോലെ ഫീൽ ചെയ്യും. അതിന്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ്. സമയം ഇനി നോക്കണം ശരിക്കും. അതൊരു 40 മിനിറ്റ് വീഡിയോ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് ഇനി വലിച്ചു നീട്ടല്ലെന്ന് പറയാം. എന്താ ചെയ്യാ, ഇവര് വിടണ്ടേ? ഇത് ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് കേട്ടോ. ഈ കാണുന്നത് എല്ലാം ഡിഫറെന്റ് സൂപ്പർ പ്രിന്റുകളാണ്. ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് പ്രിന്റ്സ്. എത്ര കണ്ടാലും ഇത് കുറെ ഉണ്ട്. ഡിഫറെന്റ് ഇതിന്റെ ഇത്രയും ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒരു ഷെയ്ഡ്സ് അല്ല, ഡിഫറെന്റ് പ്രിന്റ്സും വരുന്നുണ്ട് കേട്ടോ. ഇത്രയും വർക്ക്സ് ഒക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെയിൽ ആയി പോകും. ഡിജിറ്റൽ പ്രിന്റ് വർക്ക് എന്ന് പറയാൻ പാടില്ല ഇവിടെ. വർക്കിനെ വർക്ക് എന്ന് പറയാ, പ്രിന്റിനെ പ്രിന്റ് എന്ന് പറയാം. ശരി, സമ്മതിച്ചു. അപ്പൊ എനിക്കൊന്നും അറിയില്ല. ശരി, സമ്മതിച്ചില്ലേ? എനിക്കൊന്നും അറിയില്ല. കുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് തുടക്കം ഇട്ടത്. അപ്പൊ എനിക്കൊന്നും അറിയില്ല. ഓക്കെ, ഇനി ഇത് വായിക്കാൻ അറിയാൻ പാടില്ലല്ലോ, അത് ഞാൻ നേരല്ലേ പറഞ്ഞത്. എന്താന്ന് നമുക്ക് കളക്ഷൻ കാണിക്കാനില്ല. കാണിക്കി. ഇത് എന്താ മെറ്റീരിയൽ? ഇത് നമ്മൾ പറയുന്നത് സെമി മോഡൽ സിൽക്ക്. സെമി മോഡലില് പോൾക്ക ഡോട്ട് പണ്ടത്തെ തൊട്ടുള്ള ട്രെൻഡുള്ള ഒരു സംഭവമാണ് പ്രിന്റ്. അതില് ഇത്രയും ഡിഫറെന്റ് കളേഴ്സ്. എന്തായാലും നിവർത്തി കാണിക്കാന്നല്ലേ? എന്തിനു കൊള്ളാം. ഓക്കെ, ഇത് സെമി മോഡലിൽ വരുന്നത് അല്ലേ? സെമി മോഡലില് മുന്താണി ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. അതിൽ 3-4 ഷെയ്ഡാണ് പോൾക്ക ഡോട്ട്സില്. അതിൽ ഡിഫറെന്റ് ഷെയ്ഡ്സ് എല്ലാം എടുക്കണം. ബ്ലാക്ക് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ. ഈ ബ്ലാക്ക് ഷെയ്ഡ് സൂപ്പർ. അത് പ്രിന്റിലല്ലേ? ഇത്രയും വർക്ക്. അതും ബോർഡർലെസ്സിലാണ് ഇത് വരുന്നത്. ഇതിൽ മുന്താണി വരുന്നുണ്ട്, അടിപൊളിയായിട്ടുള്ളത്. നമ്മള് എല്ലാതും തുറന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ ഇവരുടെ പറയാ ഒരു വിഷമം. നമ്മുടെ ചാനല് ഇപ്പൊ തുറന്ന് കാണിക്കും. 5 പേരിലല്ല
നമ്മുടെ സ്ഥിരമല്ലേ ഷെൽഫ്. അഞ്ചുള്ളത് ആളാക്കിയാ ഇല്ലില്ല, ആറാക്കിയ അതിൽ ഒരാളെ കയറ്റുന്ന പ്രശ്നമില്ല. പിന്നെ ഇത് തന്നെയാ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഓവറോൾ ഇതും സെമിയിൽ തന്നെയാ വരുന്നത്. സെമിയില് തന്നെ ഒരു 5. ഇതിപ്പോ ഏറ്റവും ഇങ്ങനെ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഡിസൈൻ ആണ്. ഈ ഓൺലൈനിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ലൈൻസിൽ ഓൺലൈനിൽ കൂടുതൽ മൂവിംഗ് ആണ് അല്ലേ? ഭയങ്കര മൂവിംഗ് ഉള്ളതാണ്. ബുട്ടിക് ടേസ്റ്റ് ഒക്കെ പെടും. ബുട്ടിക് സ്റ്റൈലാണ് ഇത് വരുന്നത്, സെമി മോഡലില്. അതിന്റെ തന്നെ വേറൊരു ഇപ്പൊ ഒരു വിധം അങ്ങനത്തെ ഒരു പാറ്റേൺസ് ഒക്കെ എടുക്കുന്നത്. ഇത് തുറക്കാം അല്ലേ? തുറന്നോ? ആഗ്രഹമല്ലേ? അല്ല, കളർ നല്ല കളർ അതിന്റെ നന്ന വൃത്തിക്കോ. നിങ്ങളൊക്കെ ആകുമ്പോ കറക്റ്റ് ആയിട്ട് ഇടുമ്പോ ഒരു രസല്ലേ? മറ്റേ പരസ്യം പോലെ ഇനി നമ്മൾ ഇനി സാരിയുടെ പരസ്യം പോലെ ചെയ്യേണ്ടി വരും. മറ്റേ സ്വർണത്തിന്റെ പരസ്യം ചെയ്ത ഏതാ പരസ്യം എന്താ പേരെന്നൊന്നും പറയരുത്, ലാസ്റ്റ് അതിന് വിവാദമാവും. അപ്പൊ അതുപോലെ ഇനി നമ്മൾക്ക് ആണുങ്ങൾക്ക് സാരി കൊടുത്ത് ഇങ്ങനെ നിക്കാം. അതല്ല ശരിയാണല്ലേ? ആണുങ്ങൾക്ക് സാരി കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എന്ത് വരും സാരി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല. എന്ത് വരും? ആരെന്ത് ചെയ്യും? സാരി കൊടുത്ത് ചെയ്യാനില്ല, ഒന്നും പറയാനും ഇല്ല. ഇപ്പൊ പരസ്യം കണ്ടില്ലേ, മാലയൊക്കെ ഇട്ടിട്ട് അടിപൊളി പരസ്യം. അതുപോലെ നമുക്ക് ഈ സാരിയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം പറഞ്ഞ നാളെ അതിന്റെ ഷൂട്ട് ഉണ്ട്. ഗ്രേറ്റ്. അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവരെ വെച്ചിട്ട് ചെയ്യാന്ന് നമ്മളല്ല, നമ്മൾക്ക് അതിനുള്ള ഇതൊന്നുമില്ല. പുറമേന്ന് ആൾക്കാരെ വെച്ചിട്ട് ചെയ്യണത്. പുറമേല്ല, ഞങ്ങളുടെ ആൾക്കാർ തന്നെ, നിങ്ങളുടെ സ്റ്റാഫ് തന്നെ. പുറമേന്നൊന്നുമില്ല, നമുക്ക് അതിനുള്ള ഗ്ലാമർ ഒന്നും ഇല്ലല്ലോ. ഓയ്യോ, ശരി. ഇനി കോൺട്രാസ്റ്റിൽ വരുന്നത് ഇത് ബോർഡർലെസ് ആണ്. അതുപോലെ തന്നെ സെമി സിൽക്കില് ഫുള്ള് കോപ്പറിന്റെ ചെറിയില്ലേ വർക്ക് വന്നിരിക്കുന്നത്. ഗോൾഡൻ ചെറി വരുന്നുണ്ട്. രണ്ടും മിക്സ് ആണ്. അതിനകത്ത് ഡിസൈൻസ് മിക്സ് ആയിരിക്കും വരുന്നത്. കളേഴ്സും ഡിഫറെന്റ് കളേഴ്സ് സെമിയിൽ വരുന്നത്. ഇതൊന്നും ഒന്നല്ല കേട്ടോ, ശരിക്കും പറഞ്ഞ ഒരു ലോകം തന്നെയാണ്. ഒരു ബിൽഡിംഗിലെ ഒരു 3 ഫ്ലോർ മൊത്തം സാരീസ്. അതിൽ കോട്ടന്റെ ശതമാനം പോലും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. സത്യം. അത് ഒരു ഫ്ലോർ ആണെങ്കിൽ മൊത്തം കോട്ടന്റെ വെറൈറ്റീസ്, ഒരു ഫ്ലോർ ആണെങ്കിൽ മൊത്തം പട്ട് സാരിയുടെ മാത്രം കളക്ഷൻസ്. വെഗാസിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, വരാത്തവർക്കുള്ള ഒരു ഹിന്റാണ് ഇത് എന്താണ് വെഗാസ് എന്നുള്ളത്. ഓക്കെ, ഇത് കോൺട്രാസ്റ്റിൽ തന്നെ ബോട്ടിൽസിൽ വരുന്നത് ജെറി വർക്ക് ആണ്. അതിന് ഡിഫറെന്റ് ഷെയ്ഡ്സ്, യെല്ലോ, ഡിഫറെന്റ് ഷെയ്ഡ്സ്, ബ്ലൂ. അടിപൊളി കളേഴ്സ്. ഓക്കെ, സൂപ്പർ. അതൊക്കെ നമ്മള് സ്വന്തമായി പോയി തെരഞ്ഞ് ഇങ്ങനെ കയ്യോടെ ഇങ്ങനെ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങോട്ട് ഇട്ട് തരാണ്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടല്ലേ. ചുരിദാർ മെറ്റീരിയൽ, പാർട്ടി വെയറില് വർക്കുള്ളത്. ഫുൾ ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നത്. അല്ല, അപ്പൊ ഈ നേരത്തെ ഞാൻ ഈ കാണുന്നത് MRP അല്ലേന്ന് ചോദിച്ചപ്പോ MRP അല്ലാന്നല്ലേ പറഞ്ഞത്, നിങ്ങളുടെ കോഡാന്നല്ലേ പറഞ്ഞത്? അപ്പൊ അത് MRP എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങൾ വിൽക്കണ പ്രൈസ് അല്ലല്ലോ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, നിങ്ങളുടെ കോഡാന്നാ പറഞ്ഞത്. നമ്മുടെ കോഡിലാണ്. അപ്പൊ ഇടുമ്പോ കാണുമ്പോ പ്രൈസും കാണും, പ്രൈസ് കാണുമ്പോ അത് ഇവിടുത്തെ അല്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ്. ഇത് ഒരെണ്ണം പ്രൈസ് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ വർക്ക് ബുദ്ധിയാണ്. ചൊല്ലുണ്ടല്ലോ അതേപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കണേ. സമ്മതിച്ചു. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് തന്നെ പണി വരിക. പറയണ്ടല്ലോ, അവർക്കെല്ലാം മനസ്സിലായി. അല്ല പിന്നെ അവര് പറയുന്നത് ഇതിന് ഇത്ര പ്രൈസ് ആണ്, ഭയങ്കര പ്രൈസ് കൂടുതൽ, ഇനി ഇങ്ങോട്ട് വരില്ല ഞങ്ങള്, അങ്ങനെയായിരിക്കും പറയാ. അങ്ങനെയൊന്നും വൈഗസ് വൈശാലിന്റെ കസ്റ്റമർ ഒന്നും അങ്ങനെയൊന്നും പറയൂല. അപ്പൊ പുതിയ കസ്റ്റമർ കാണണ്ടേ? അവര് വരുമ്പോഴല്ല, ആദ്യമായിട്ട് വരുമ്പോ നമ്മളുണ്ടാവും, അവിടെ 5 പേരുണ്ടാവും, ഇങ്ങനെ ഫ്രണ്ടിലുണ്ടാവും. അടുത്തത് ഓക്കെ. ഇതൊക്കെ മെറ്റീരിയൽ സൂപ്പർ ആട്ടോ. ദുപ്പട്ട നെറ്റ് കോട്ടയിൽ ഫുൾ എംബ്രോയിഡറി ആണ്. എംബ്രോയിഡറി അല്ലല്ലോ ഇത്, കണ്ണ് ദുപ്പട്ട ഷോള്. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ. ഹാൻഡ് വർക്ക് ആണ്. ഈ കാണുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ്. അതിന് കട്ട് ബീഡ് വർക്ക്, അതുപോലെ തന്നെ ഈ കാണുന്നത് മൊത്തം എംബ്രോയിഡറിയുടെ ഡിസൈൻസ് ആണ്. ദുപ്പട്ടയിൽ ഫുൾ വരുന്നത് ടോൺ ടു ടോൺ ആണ് കളേഴ്സ്. അടിപൊളിയല്ലേ? അതെ, സൂപ്പർ. ഏത് അടിപൊളിയല്ലാത്ത വൈശാലിയുടെ നിങ്ങള് ഓരോ മെറ്റീരിയലും ഞങ്ങള് അടിപൊളിയുടെ അടിപൊളിയാണ്. അല്ല, മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ ഡബിൾക്ക് നേരെ ഇങ്ങനെ പോണെന്ന് അറിയില്ല. അടുത്തത് ഇത് ഹാൻഡ് വർക്കിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ ആണ്. വിത്ത് ദുപ്പട്ട എടുക്കാം. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഈ റെഡിമെയ്ഡ് ഒക്കെ എടുക്കുന്നുള്ളൂ കാണാനായിട്ട്. അങ്ങനെ സ്പീഡ് ആയിക്കോട്ടെ. ഇത് ജിമിച്ചുല് ഇങ്ങനെ വർക്ക് വരുന്നില്ല, സീക്വൻസ് വർക്ക്, എംബ്രോയിഡറി വർക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് ആണ്, ഇതല്ലേ? സെൽഫ് ആണ് അല്ലേ?
ദുപ്പട്ടയും സെൽഫ് വർക്ക് ഉണ്ട്. വർക്കുണ്ട്. വൺ സൈഡ് ഇങ്ങനെ നിവർത്തി കാണിക്കാൻ സമയമില്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ എല്ലാത്തിന്റെ ദുപ്പട്ട ഞാൻ നിവർത്തി ഞാൻ പറഞ്ഞിട്ടില്ല നിവർത്തി കാണിക്കണ്ടാന്നിട്ടാ. എനിക്ക് വീഡിയോ കട്ട് പറയും സമയം ഒരുപാടായി ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഇനി അടുത്തത് ഓണം വന്നേ. ഇതാണ് ഓണത്തിന്റെ ഐറ്റം. ശരിക്കുള്ള ഐറ്റം ഇതുവരെ വന്നിട്ടില്ല കേട്ടാ. ശരിക്കുള്ള ഐറ്റം ഇതുവരെ വന്നിട്ടില്ല. ചുരിദാറിൽ നമ്മൾ ഓണത്തിന് അങ്ങനെ വലിയൊരു കളി കളിച്ചിട്ടില്ല. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതായത് ഓണം കഴിഞ്ഞാലും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം യൂസ് ആകരുത് ഒരിക്കലും. അപ്പൊ അതിനാണ് ഇങ്ങനത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതില് ഫുൾ ത്രെഡ് വർക്കില് ഫുൾക്കാരിയില് അതും കളേഴ്സ് ചേഞ്ച് ആവും. ബേസ് വരുന്നത് നമുക്ക് ആ ടോപ്പ് സെയിം ആയിരിക്കും. അതില് ദുപ്പട്ട കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിൽ തന്നെയാണ് പല പല വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ കളർ തന്നെ വരുള്ളൂ. ദുപ്പട്ടയുടെ കളർ ഓക്കെ. അത് ഇങ്ങോട്ടും തെറ്റിപ്പോയിന്റ് അതാണ്. ഇട്ടിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതാ ഞാൻ ചോദിച്ചത് അതെന്ത് ഇങ്ങനെ വന്നേന്നുള്ളത്. അപ്പൊ ഇതൊരു കളക്ഷൻ. ഇനി ഓണത്തിന്റെ അടുത്ത കളക്ഷൻ. ഇത് ഓണം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പാകിസ്ഥാനിയുടെ ഒരു സ്റ്റൈല്. പാകിസ്ഥാനി അല്ല, ആ ഒരു സ്റ്റൈൽ. അതേപോലെ തന്നെ ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒറിജിനൽ മിറർ ആണ്. അതുപോലെ ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ ഒറിജിനൽ മിറർ. അത് ഫ്രഷ് ആണല്ലോ. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഫുൾ ഒറിജിനൽ മിററിലാണ്. അതുപോലെ പ്രിന്റ് ആണ്. ഓർഗൻസ ആണ് ഇത് മെറ്റീരിയൽ. സെമി ഓർഗൻസ ഇതിന്റെ വർക്ക് വരുന്നത് കേട്ടോ. അപ്പോ അടുത്ത കളക്ഷൻ കോട്ടയില് നെക്കില് മാത്രമായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നത് കേട്ടോ. സെമിയില് അല്ല സോറി, ഇത് സെയിം കളറിൽ തന്നെ. ഇതിന്റെ കോൺട്രാസ്റ്റ് അല്ല, ടോൺ ടു ടോണിലും രണ്ടും ഉണ്ട്. ഇതിന്റെ കളേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇത് വരുന്നത്. ഒരു 4 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അതിന്. ഇനി അടുത്ത ഷെയ്ഡ് വിചിത്ര ഫുൾ പാർട്ടി വെയർ കളക്ഷൻ. നല്ലൊരു ഹെവി വർക്കാണ് നെക്കിൽ വന്നിരിക്കുന്നത്. നെക്കില് ഫുൾ ഒരു ഹെവി വർക്കാണ്. എംബ്രോയിഡറി കാണുമ്പോൾ നമുക്ക് ഹെവി ഫീൽ ചെയ്യും. ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ. അതും സ്കാലപ്പിന്റെ ഡീറ്റെയിലിംഗ്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ സ്കാലപ്പിന്റെ ഡീറ്റെയിലിംഗും എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗും. അതിൽ 4-5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഷെയ്ഡ്സ്. ഡിഫറെന്റ് ഷെയ്ഡ്സ്. ബ്ലൂ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എല്ലാം എടുക്കുമ്പോ എടുക്കണം. ഒരു കളറായിട്ട് അങ്ങനെ കിട്ടില്ല. ഇത് എംബ്രോയിഡറിന്റെ വേറൊരു സ്റ്റൈൽ ആൻഡ് പാറ്റേൺ ആണ്. പൊട്ടിച്ചോ. ഒരു വൺ സൈഡ് ഇങ്ങനെ വരുന്നത് അല്ലേ. സൈഡിലേക്ക് ഇങ്ങനെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് പോയിട്ടുള്ളത്. എന്നാൽ ബാക്കി ഓവറോൾ എംബ്രോയിഡറി തന്നെയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് എടുത്ത് നിൽക്കുന്ന പോലെ. അതുപോലെ സ്കാലപ്പ് ആയിട്ടുള്ള വർക്ക്. ദുപ്പട്ടയില് ഇത്രയും കളർ കോമ്പിനേഷൻ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ 4 കളർ എടുക്കണം. കുറഞ്ഞ വില കുറഞ്ഞതല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ്. ഇത് കോൺട്രാസ്റ്റ് ആണ് ഇതിന്റെ പാന്റ് വരുന്നത്. ആ കളറിലാണ് ഇതിന്റെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ എംബ്രോയിഡറി. കോൺട്രാസ്റ്റ് ദുപ്പട്ടയിൽ ഇതുപോലെ സ്വീക്വൻസും എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക്. കളേഴ്സ് അടിപൊളി. ഇതില് റെഡ് വരും, ഇതില് ബ്ലാക്ക് അല്ല യെല്ലോ, ഇതില് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ കേട്ടോ. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ. സെമി ടെസറിൽ പ്യുവർലും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ഇവിടെ. ഓക്കെ, എന്നാൽ രണ്ടും ഉണ്ട്. നമുക്ക് ഒരു ബുട്ടിക് സ്റ്റൈലിലായിട്ടുള്ളതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ഇതിൽ ചൂസ് ചെയ്യാൻ കുറേ ഉണ്ട് കേട്ടോ. ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് കിട്ടും. സ്ക്രീനിൽ നമ്പർ കൊടുത്തു. കോട്ടണില് അതിൽ ഇത് ആപ്ലിക് വർക്ക് അല്ല. ഈ കാണുന്നത് ആപ്ലിക് വർക്ക് കേട്ടോ, പ്രിന്റ് അല്ല. പ്രിന്റില് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇത് സിംഗിൾ ആണോ? അല്ല, 4 കളർ വരുന്നുണ്ട്. കലങ്കാരിയുടെ കളേഴ്സ് മാറുന്നുണ്ട്. ഓ, എങ്ങനെ ഒക്കെ ഇങ്ങനെ തന്നെ ഫുള്ള് ആ ഒരു പ്രിന്റില് തന്നെ. അടുത്തേക്ക് കടക്കാം. അടുത്തത് വരുന്നത് അടുത്തതും ഫുൾ വർക്കാ. ഫുൾ കരി അതിലും ദുപ്പട്ട 4 സൈഡ് ഇങ്ങനെ. അത് ക്രോഷിയയുടെ ലേസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡില്. ആ ഒരു ദുപ്പട്ടയുടെ സൈഡില് 4 ചുറ്റും ഉണ്ട്. ഇതിന്റെ കളേഴ്സ് എന്ന് പറയുമ്പോ ഒക്കെ ഒരു മീഡിയം
ലെവൻഡർ, പിങ്ക്, ഗ്രീൻ, യെല്ലോ ഒക്കെ നല്ല നല്ല ഷെയ്ഡുകളാണ്. 5 ഷെയ്ഡ് വരുന്നുണ്ട്. ഓ എനിക്കിത് ഇഷ്ടമായത്. എടുത്തോടെ പോട്ടെ. അടുത്തത് കോട്ടണില് ഇത് ദുപ്പട്ട. ഇത് ദുപ്പട്ട സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയറിന് നമുക്ക് ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ലേസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഹരിബറി വർക്ക് അങ്ങനെ ജിഗ് ജാക്ക് ഒന്നുമില്ല, സിമ്പിൾ സൂപ്പർ. അടുത്തത് നോക്കുകയാണെങ്കിൽ കോട്ടണിൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നേരത്തെ കലംകാരി കാണിച്ചു കഴിഞ്ഞാൽ അജ്രക്ക് ഇതിന്റെ സാരി ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ കയ്യില്. അതിന്റെ സാരി ഈ കാണുന്നത് ഫുൾ കാന്താര വർക്കാണ്, പ്രിന്റ് അല്ല. നടുക്കിൽ കാണുന്നത് മൊത്തം കാന്താര വർക്ക്, സൈഡില് മൊത്തം പ്രിന്റ്. അങ്ങനെയാണ് ഇതിന്റെ വർക്ക്. അത് നല്ല സോഫ്റ്റ് അല്ലേ, സോഫ്റ്റ് ഫാബ്രിക്കില്. ഇത് കളർ ഉണ്ട്, ഇതിന്റെ കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, നല്ലൊരു ബ്ലൂ വരുന്നുണ്ട്, നല്ലൊരു യെല്ലോ ആൻഡ് റെഡ് 4 ഷെയ്ഡ് വരുന്നുണ്ട്. അടുത്തതും പാച്ച് വർക്കില് അതായത് ലാപ്പറ്റ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കാന്ത സ്റ്റൈൽ ഒരു ചെറിയ ലൈൻസ്, പിന്നെ ഇങ്ങനെ നെക്കിന് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇത് ആപ്ലിക് വർക്കാ? അല്ല, എംബ്രോയിഡറി വർക്കാണ്. പെട്ടെന്ന് അങ്ങനെ പിടുത്തം കിട്ടില്ല. അടിപൊളി ദുപ്പട്ട. 2 സൈഡ്. ഇത് ഹാൻഡ് ബ്രഷ് പെയിന്റ് ഓപ്പോസിറ്റ് അല്ല, ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് 4 ഷെയ്ഡ് അവൈലബിൾ ആണ്. 4 അല്ല 3 ബ്ലാക്ക്, മെറൂൺ, നേവി ബ്ലൂ അങ്ങനെ 3 ഷെയ്ഡ്. പിന്നെ വരുന്നത് യോക്കിൽ തന്നെ ഫ്രഞ്ച് നോട്ടും സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ. സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. സെമിയിൽ നല്ല ഹൈ ഹെവി അങ്ങനത്തെ ഉണ്ട്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസിന് കുറച്ച് കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഈ 6 ഫ്ലോർ, 6 എനിക്ക് 6, 7, 8, 9, 10 ഫ്ലോർ മൊത്തം തുണികളാണ്. ഈ 10 ഫ്ലോറിലത്തെ എല്ലാം കൂടി കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു സൈഡ് ഒതുങ്ങി 10 ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇനി എങ്ങനെയാണ് ഇവര് കണക്ക് കൂട്ടാന്ന് വെച്ചാൽ 2 ബിൽഡിംഗ് അവിടെ ഉണ്ട്, അത് 3 ഫ്ലോർ. അപ്പൊ 6 ആയില്ലേ, ഇത് 4. ഞാനും വിചാരിച്ചിട്ട് 10 ഫ്ലോർ ഞാൻ ഇതാകെ 4 ഉള്ളൂ. ഇത് 4, അവിടത്തെ 3, അപ്പുറത്തെ 3 കണക്കൂട്ടിന്റെ വരാണെങ്കിൽ നോക്കിക്കോളാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഞാൻ അടുത്തേക്ക് കിടക്കാം. റെഡിമെയ്ഡില് കുർത്തീസ് ഉണ്ട്, സിംഗിൾ പീസ്, ഗൗൺ, 2 പീസ്. ഇവിടെ വേറെ വല്ലവരും ഇങ്ങനെ വന്നിരിക്കോ, ഇത് എടുത്ത് പൊന്തിച്ച് കാണിക്ക്, ഇങ്ങനെ കാണിക്കതാ അനാർക്കലി സ്റ്റൈൽ. അനാർക്കലി സ്റ്റൈൽ. ഇത് കളേഴ്സ് ഇട്. പ്രിന്റ് മാറിയില്ല. ഇതിന്റെ സൈസ് ആണ് 38 തുടങ്ങി 46 സൈസ് വരെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പല പല പ്രിന്റുകൾ വരും. ഇതൊരു സിംഗിൾ ഒരു അനാർക്കലി ഒറ്റ പീസ് അല്ലേ ഉള്ളോ? അല്ല, അങ്ങനെയല്ല, പാന്റില്ലല്ലോ. സിംഗിൾ പീസ്. അങ്ങനെ ഇതിന്റെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കിട്ടും. കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പൊ കാണിച്ചത് രണ്ടും കളർ ഡിഫറെന്റ് ആണെന്ന് മാത്രം. അതില് ഒക്കെ അംബ്രേല സ്റ്റൈലിലാണ് കേട്ടോ, സെമി അംബ്രേല ആണ്. ഇതിന്റെ ഡിഫറെന്റ് ഇപ്പൊ ഇതന്നെ ഒരു 3 ഷെയ്ഡ് നമ്മൾ കണ്ടു ഈ പ്രിന്റിൽ തന്നെ. ഇങ്ങനെ ഇത്രയും വർക്ക് ഉണ്ട്. ഇത് എന്താ മെറ്റീരിയൽ? ഇനി അടുത്തത് ഒരു ഇതും സെമി തന്നെയാണ്, പക്ഷെ അതിന്റെ അത്രയ്ക്ക് ഫ്ലയർ ഇല്ല. ഇത് എ ലൈനാണ് വരുന്നത് കേട്ടോ. എ ലൈനില് ഇങ്ങനെ ഒരു വീനക്ക് സ്റ്റൈലില് ഫോയിലില് വരുന്നതാണ്. അതിൽ തന്നെ ഡിഫറെന്റ്. ഇത് സ്ട്രേറ്റില് ഇതും സ്ട്രേറ്റില് അല്ല, ഇത് എ ലൈനിലാണ്. അപ്പൊ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള രീതിയില് കളക്ഷൻസ് അവൈലബിൾ ആണ്. ഫോയിൽ പ്രിന്റിലാണല്ലോ ഇത് ഫുൾ വരുന്നത്. പ്രിന്റുകളും അതിൽ ഫോയിലിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നെക്കുകളും വ്യത്യാസമുണ്ട്. അതെ, എല്ലാത്തിന്റെ നെക്ക് വ്യത്യാസമുണ്ട്. നെക്കൊക്കെ ഡിഫറെന്റ് ആയത്. ഓ, സ്ലീവ്ലെസ്.
പ്രിന്റ് ആണല്ലോ, പക്ഷെ കാണുമ്പോ അതൊരു എംബ്രോയിഡറിയുടെ ലുക്ക്. വൈശാലിയുടെ പ്രിന്റ് എല്ലാം ഇതൊരു ഡിഫറെന്റ്, ഇത് വേറെ ഡിഫറെന്റ് ഫുൾ വർക്ക് ആയിട്ടുള്ള വർക്ക്. ഇത് ഈ കാണുന്നത് ഫുൾ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഒരു റെഡിമെയ്ഡ് സിംഗിൾ കുർത്തിയുടെ കളക്ഷൻ. ഇനി നമുക്ക് 2 പീസിലേക്ക് എടുക്കാം അല്ലെ. ഇത് ഇത് അംഗ്രക്ക സ്റ്റൈലില്. ഇതിന്റെ കൂടെ പാന്റ് അവൈലബിൾ ആണ്. പാന്റ് തെറിച്ചു പോയി, ഇങ്ങടെ എടുക്കൂ കൂട്ടി അവിടെ ഇട്ടോ. ഇതാണ് പാന്റ്. അപ്പൊ ഇത് നമ്മൾ ജയ്പൂരി സ്റ്റൈലിലുള്ളത് ഒരു സാങ്കനേര പ്രിന്റിൽ വരുന്നതാണ്. അതുപോലെ ഇതിന്റെ ഒരു ഡിഫറെന്റ് വേറൊരു പ്രിന്റ് കോട്ടന്റെ വരുന്നത് പോട്ട്ലിയുടെ ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. സ്ലീവ്ലെസ് ഇപ്പൊ ട്രെൻഡ് ആണല്ലോ. ഇത് കോഡ് സെറ്റ് 2 പീസില് കേട്ടോ, കോഡ് സെറ്റ്. ഇത് ഈ വലിയ പ്രിന്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഏറ്റവും കൂടുതൽ പോകുന്നത് ഇങ്ങനത്തെ വലിയ പ്രിന്റ്. ഇത് ഖാദി കോട്ടൺ മെറ്റീരിയല്. ഇനി ഇതും ഈ ഒരു പാറ്റേണും കുറച്ച് മൂവിങ് ആണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഫ്രില്ല് വന്നിട്ടുള്ളത് അത് 2 പീസിന്റെ ഒരു സെറ്റ് ആണ് ഇത് വരുന്നത്. ഇതും കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. പാറ്റേൺസ് ഇഷ്ടംപോലെ. സൈസ് വരുന്നത് M2 XXL വരുന്നുണ്ട്, M2 XXL വരുന്നുണ്ട്, 5XL വരുന്നുണ്ട്, പ്ലസ് സൈസസും ഉണ്ട്. വരുന്നുണ്ട്. ഇനി പേസ്റ്റൽ ഷെയ്ഡിലൊന്ന് നോക്കാം. 2 പീസിന്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ. 2 പീസിന്റെ കളക്ഷൻ. ഇത് ലൈറ്റ് വെയിറ്റ് കോട്ടണിലാണ് വരുന്നത്. നമുക്ക് 2 പീസിലും നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ കൂടുതലും ചെയ്യുന്നത് പ്രിന്റിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. പ്രിന്റ് ആകുമ്പോൾ പെട്ടെന്ന് മൂവ് ആവും ചെയ്യും. നമുക്കിപ്പോ ഒരു കംഫർട്ടബിൾ, ഇടാനും ഒരു സുഖം, കാണാനും ഒരു സുഖം അല്ലേ. എന്നാ ജോർജറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരെണ്ണം പിടിച്ചോ? ഇഷ്ടമാണ്. അല്ല, ഞാൻ പറഞ്ഞപ്പോ അതിനൊന്ന് പകരം വെക്കാൻ ഒരെണ്ണം ഇട്ട് തന്നതാണ് ജോർജറ്റില്. എന്നാ ഇതല്ലാത്ത മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. ഹാൻഡ്ലൂം കോട്ടണില് ഇതില് ഫുള്ളി കാണുന്നത് ത്രെഡ് വർക്ക് ആണ്. 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ത്രെഡിലാണ് കേട്ടോ ഇത് വർക്ക് വന്നിരിക്കുന്നത്. മിറർ വർക്ക് പ്രിന്റില് കേട്ടോ. ഇത് യോക്കിൽ വരുന്നത് മിറർ വർക്കും അതുപോലെ തന്നെ ബീഡ് വർക്ക് അല്ല, പഞ്ചസാര മുത്ത് പോലെ ചെറിയ മുത്തുകൾ. എന്ത് മുത്താന്ന് അവർ കണ്ടുപിടിക്കട്ടെ. ബാക്കിയിട്. ഫോയിൽ പ്രിന്റ് ആണിത്. A ലൈനില്. അതെ. ഇനി അടുത്തത് ഇടൂ. ഇതൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് കേട്ടോ കോൺസെപ്റ്റ് വരുന്നത്. ഓണത്തിന് ഇടാന്ന്, ഓണം കഴിഞ്ഞാലും ഇടാന്ന്. ഇത് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ, പ്രിന്റ് അല്ല. ഇത് കോട്ട് സെറ്റിൽ പെട്ട ഒരു സംഭവം തന്നെ. വലിയ പ്രിന്റില് കോട്ടന്റെ മെറ്റീരിയൽ, സിഗ്സാഗ് ആയിട്ടുള്ള പാന്റ് വരുന്നതാണ് കേട്ടോ. കോട്ട് സെറ്റിൽ നല്ല നല്ല കളക്ഷൻസും ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ളതാ, ഒരു A ലൈൻ സ്റ്റൈലിലുള്ള ഒരു. ഇനിയുണ്ട് ടോപ്പിലോ ഒരുപാട് വെറൈറ്റികൾ. ഇനി ഉണ്ടെങ്കിൽ അവര് നേരിട്ട് വന്ന് കണ്ടിട്ട്. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പൊ സൺഡേ ഓപ്പൺ ആണ്. ഫെസ്റ്റിവൽ സമയം, സീസൺ സമയമൊക്കെ ആവുമ്പോ സൺഡേ ഓപ്പൺ ആണ്. കട എപ്പോഴാ പൂട്ട എപ്പോഴാ തുറക്കാന്നുള്ളതൊക്കെ നിങ്ങൾ വിളിച്ചു. അത് ഞാൻ എൻട്രി ചെയ്യുമ്പോ ഞാൻ ഒരു ബോർഡ് കണ്ടിരുന്നു. എന്തോ ഒരു 1 ലക്ഷത്തിന് മേടിക്കുമ്പോ 10,000 രൂപ അല്ല, 1 ലക്ഷത്തിന് രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് 2,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഞങ്ങൾ കൂടുതൽ കിട്ടിക്കോട്ടെ. അതെന്താ സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടറോ? അത് 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരുടെ പേര് നമ്മള് നറുക്കിട്ട് എടുത്തിട്ട് അതിൽ കിട്ടുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കും. അപ്പൊ 2 ലക്ഷം ഒക്കെ ആണെങ്കിലോ? 2 ലക്ഷം ആണെങ്കിൽ 2 കൂപ്പൺ കിട്ടും അവർക്ക്. അപ്പൊ 2 ഇലക്ട്രിക് സ്കൂട്ടർ, ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുള്ളൂ അവർക്ക്. അപ്പൊ 2 കൂപ്പൺ കിട്ടിയില്ലേ? അപ്പൊ 2 കൂപ്പൺ വെച്ചിട്ട് നമുക്ക് എന്താ ബെനിഫിറ്റ്? ബെനിഫിറ്റ് വെച്ചാൽ ഫ്രീ ആയിട്ട് ഇത് കിട്ടുന്നതല്ലേ. അപ്പൊ 2 നറുക്കെടുപ്പില് 2 ആളുടെ പേര് വീഴുന്നു. അപ്പൊ ഏതെങ്കിലും, അതായത് ഇപ്പൊ ഷെൽമി വന്നിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്തു. അപ്പൊ 10 കൂപ്പൺ കിട്ടിയോ? ഈ 10 കൂപ്പൺ നമ്മള് നറുക്കിട്ട് എടുക്കും. ഷെൽമിയുടെ മാത്രമല്ല കേട്ടാ, അതായത് എല്ലാ കസ്റ്റമറും കൂടെ നമ്മള് നറുക്കിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരാൾ. അപ്പൊ എന്റെ 1 ലക്ഷത്തിന് അങ്ങനെ വെച്ച് ഷെൽമി 10 എണ്ണം ഉണ്ടാവും. 10 ഉണ്ടാവും. ആ 10 എണ്ണത്തിൽ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഷെൽമി കിടക്കുമ്പോ അതിങ്ങനെ എടുക്കും. കിട്ടുന്നത് ഷെൽമിക്ക് ആണെങ്കിൽ കിട്ടില്ല. ഷെൽമിക്ക് അങ്ങനത്തെ ഭാഗ്യമൊന്നുമില്ല. ഞാൻ പറയണില്ല, ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് ഇപ്പൊ പബ്ലിക് കേട്ടോണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ കിട്ടുന്ന ഒരാൾക്ക് നമ്മള് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായിട്ട് ഒരാൾക്ക്. അത് കൂടാതെ ഷുവർ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് പറഞ്ഞത്. 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് 2,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. 2 ലക്ഷം രൂപ. ഈ 2,000 രൂപ എന്ന് പറയുമ്പോ ഈ 2,000 രൂപ നമുക്ക് അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാവോ? അല്ലെങ്കിൽ അതിന്റെ ടൈംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ഉണ്ട് ഒരുപാട്. അത് നമ്മൾ ഇവിടെ വന്നപ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് പർച്ചേസ് എന്തായാലും അത് ഷുവർ ആണത്.
ഓക്കെ ഏത് 1,00,000 രൂപ എടുത്തു കഴിഞ്ഞാല് 2000 രൂപ 2,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ അത് ഷുവർ ആയിട്ടും കൊടുക്കുന്നതാണ് നമ്മൾ. കൊടുക്കുന്നത്. ഇതിന്റെ കാലാവധി എത്ര വരെ ഉണ്ട്? എത്ര സമയത്തിന്റെ ഉള്ളിൽ? അതായത് സെപ്റ്റംബർ ലാസ്റ്റ് വരയ്ക്ക്. അപ്പൊ ഈ ഓണത്തിന്റെ ഒരു അതായത് ജൂലൈ 1-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസത്തേക്ക്. ഈ 3 മാസത്തെ പർച്ചേസിലാണ് ഇത് ഉൾപ്പെടുത്തിയാൽ മതി. ഈ 3 മാസത്തെ പർച്ചേസ് അപ്പൊ കുറന്നറിയൂലോ. ഒരു റൂം മൊത്തം കൂപ്പൺ ആവൂലോ. ബാക്കി ഞാൻ പറയുന്നില്ലല്ലോ. അതിന്റെ നമുക്ക് അവിടെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കും വിശദമായിട്ട് അത് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ആ ഒരു ഫുൾ നമ്മുടെ ഷോറൂം ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് അവസാനിക്കാം. എന്തായാലും അടുത്ത കളക്ഷൻ എടുക്കാം. നമുക്ക് ഓണത്തിന്റെ കുറച്ച് വെറൈറ്റി. അടുത്തത് ഓണം കളക്ഷനിലേക്ക് പോകാം. ധാവണി ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് ആ ഒരു കളക്ഷനിലേക്ക് എത്തി. ഇത് ടൈൻഡല്ലേ. ഇത് വാഷ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. ഇത് ഗ്യാരണ്ടി പറയില്ല. മറ്റേത് ഗ്യാരണ്ടിയാ നമ്മള് നേരത്തെ സാരിയിൽ കാണിച്ചത്. അത് 100% ഗ്യാരണ്ടി പറയുന്നുള്ളൂ. പക്ഷെ ഇതിന് നമ്മള് ഗ്യാരണ്ടി പറയില്ല. ഇത് വൺ ടൈം യൂസ് അല്ല. ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ആവശ്യമില്ല. പിന്നെ അടുത്ത കൊല്ലം അടുത്ത ട്രെൻഡ് ഇത് വേണമെങ്കിൽ നമുക്ക് ഡൈ ചെയ്ത് ഫുൾ കളർ ആക്കാം. അതൊരു ഐഡിയ. അത് ശരി, മനസ്സിലായില്ലേ? അതിന്റെ തന്നെ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, ദുപ്പട്ട വേണമെങ്കിൽ വേറെ ഒരു രീതിക്ക് യൂസ് ചെയ്യാം. ഇത് വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഉണ്ടോ? ഇതിന്റെ കളേഴ്സ് ചോദ്യം ഇല്ല അവിടെ. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എത്തി. ബേസ് ഇങ്ങനെ ഹാഫ് ആൻഡ് ഹാഫ് പോർഷനാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ഇതിന്റെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതല്ല നമ്മളാ പുറത്ത് ഡിസ്പ്ലേ പുറത്ത് നമ്മൾ കയറി വരുമ്പോ അതൊക്കെ ഇരിക്കണോ നല്ല രസമായിട്ട്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോ അത്ര ഭംഗി തോന്നുന്നില്ല. പക്ഷെ ഉടുപ്പിച്ചപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. ആക്ച്വലി ആ ഡമ്മില് ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഫുൾ കളക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കളേഴ്സ് അവൈലബിൾ. മാറ്റിയേക്കട്ടെ, ചിലപ്പോ കളർ കുടിക്കാൻ സാധ്യതയുണ്ട്. അല്ല, അതെല്ലാവർക്കും അറിയാം. ഡയബിൾ ആയതുകൊണ്ടിട്ട് ഈ കളർ പിടിക്കും. അതുകൊണ്ട് നമ്മളിത് സെപ്പറേറ്റ് കവറിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ കുട്ടി ഇത് മേടിച്ചോ. അതിന്റെ തന്നെ ബനാറസി സ്റ്റൈല് സ്കേർട്ടും അവൈലബിൾ ആണ്. ധാവണിയായിട്ട് അവൈലബിൾ ആണ്. സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആയിട്ടും അവൈലബിൾ ആണ്. സിംഗിൾ സ്കേർട്ട് ആയിട്ടും കൊടുക്കുന്നുണ്ട്. സിംഗിൾ സ്കേർട്ട് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ധാവണി സെറ്റ് ഉണ്ട്. ഇതിന്റെ ധാവണി സെറ്റ് ആണ്. ഇതിപ്പോ ഫുൾ സെറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഫുൾ സെറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. ഇതിന്റെ സ്കേർട്ടും ഉണ്ട്, സ്കേർട്ട് ആൻഡ് ബ്ലൗസും ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും ഉണ്ട്. സെയിം കളർ ട്ടാ. അപ്പൊ ഇതിന്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലൂ, ഇതാണ്ട ബ്ലൂ വരുന്നുണ്ട്. ബ്ലൂ, വയലറ്റ് ഷെയ്ഡ്, പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡസ്കി പിങ്ക്. അല്ല, കളേഴ്സ് കുറെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. മതി, ഇനി ബാക്കിയുള്ള കളേഴ്സ് അവരത് പിന്നെ വന്ന് നോക്കിയോളൂ. അടുത്ത കളക്ഷൻ എടുത്തോ. ഇതും ഒരു ബനാറസിൽ തന്നെ ടിഷ്യൂല്. മറ്റേത് കുറച്ച് ഹെവി പീസ് ആയിരുന്നു. ബോർഡർ വർക്ക് ഒക്കെ കൂടുതലുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതില് ഇതന്നെ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് കിട്ടും. അപ്പൊ ഓരോ ദിവസം വരാം. വേഗാസിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണാം. ഓരോ ദിവസം മാറ്റി അങ്ങനെ കാണുമ്പോഴല്ല, അങ്ങനെ പോകുമ്പോഴല്ലേ ഇങ്ങനെ കാണുമ്പോഴല്ലേ ഇങ്ങനെ കേറാ. കസ്റ്റമർ അല്ലാണ്ട് ഞാൻ കച്ചവടക്കാര്. മാഷൻ സ്റ്റുഡന്റാ. അടുത്ത നേരങ്ങളല്ലേ സ്പീഡപ്പ്. ഇതില് ഒരു ചെറിയൊരു പോർഷൻ ചെയ്തിരിക്കുന്നു അല്ലെ, ഡൈലി ഇങ്ങനെ ബ്ലൗസ് റെഡിമെയ്ഡ് ആയിട്ട് ബ്ലൗസ് വരും. ഇത് സൈസ് വൈസ് ആണ്. M, L, XL, XXL അങ്ങനെ സൈസസ് വരുന്നത്. ഓക്കേ, ഇതിന്റെ കളേഴ്സ് വരുന്നതൊക്കെ ഡാർക്കും പേസ്റ്റലും ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഒരു 4-5 ഷെയ്ഡ് നമുക്ക് ഇടാം. അത് കഴിഞ്ഞ് ബാക്കി ഇത് ഫുൾ സ്റ്റിച്ചഡ് ആണ് കേട്ടോ. ഇപ്പൊ സ്റ്റിച്ചഡും വരുന്നുണ്ട്, അൺസ്റ്റിച്ചഡ് വരുന്നുണ്ട്, സെമിയിൽ വരുന്നുണ്ട്, എല്ലാതും ഉണ്ട്. നോ എന്നുള്ള വാക്കില്ല. മതി, കളേഴ്സ് ബാക്കിയുള്ളത് പിന്നെ ഇടാം. ഇനി അടുത്തെടുത്തോ. അടുത്തത് ബനാറസിൽ തന്നെ നേരത്തെ കണ്ടത് അൺസ്റ്റിച്ചഡ് ആയിരുന്നു. ഇത് റെഡിമെയ്ഡിന്റെ കളക്ഷൻ. ഇത് അത് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നല്ല കളർ. ഇതില് ഇതില്ല അല്ലെ, ധാവണിയില്ല. ഞാൻ പറഞ്ഞത് സ്കേർട്ടും ബ്ലൗസും കൂടി ഉണ്ട്. അങ്ങനെയും വരുന്നുണ്ട്. ഇതിന്റെ കളേഴ്സ് ബ്ലാക്ക് വരുന്നുണ്ട്, നല്ലൊരു പിങ്ക് വരുന്നുണ്ട്, നല്ലൊരു 3-4 ഷെയ്ഡ് ഇട്ടാ മതി. നേവി ബ്ലൂ വരുന്നുണ്ട്,
ഒരു ഗ്രീൻ വരുന്നുണ്ട്. മതി 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 നിർത്ത് നിർത്ത്, ഇത് തീരൂല. ഇനി അടുത്തത് കിഡ്സിന്റെ ഈ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ലേ, അല്ലാണ്ട് ഇല്ല നമ്മൾ ആകെ ഈ ഓണത്തിന് മാത്രം നമ്മൾ ഗേൾസിന്റെ ചെയ്യണുള്ളൂ. ഇത്രയും നല്ല സംഭവം ഇങ്ങനെ വെക്കല്ലേ നല്ലത്. അങ്ങനെയാണ്. ഇത് ശരിക്കും നമുക്ക് സാരിയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതിന്റെ ആ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മള് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് എടുത്തോ. ഇതിന്റെ കളേഴ്സ് 6-7 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളത്. ഇത് വരുന്നത് 16 തുടങ്ങി 38 സൈസ് വരെയാണ് വരുന്നുണ്ട്. ഇത് പ്രിന്റ് അല്ലേ? പ്രിന്റ് തന്നെയാ, വർക്കല്ല. അടുത്തത് എടുത്തോ. ഇനി അടുത്തത് കൊണ്ടുവരണല്ലോ കൊറേ. 4 ഫ്ലോർ ഇങ്ങനെ നടന്ന സാധനം. നമ്മൾ ആ ഒരു ഇത് കാണിച്ചപ്പോഴേ ഓണത്തിന്റെ വേറൊരു ഐറ്റം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാരിയാണോ? ഇത് നമ്മൾ അവിടെ കാണിച്ചതല്ലേ? നമ്മൾ അവിടെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഇത് കാണിക്കണ്ട. ഇത് നമ്മൾ കാണിച്ചതാ, കണ്ടാ? കൊറേ ഉള്ളത് കൊണ്ട് ഏതാ കാണിച്ചില്ലെന്ന് മറവി രസമൊക്കെ തുടങ്ങിയപ്പോ. പ്രായമായില്ലേ? ചെറുപ്പായാലല്ലേ നമ്മള് വരുന്നത്. ശരി, ആയിക്കോട്ടെ. ഇനി നമ്മളേ സാരി തന്നെ വിചിത്ര സിൽക്കില് ഫോയിൽ പ്രിന്റ് ആണ്. ഇത് ഭയങ്കരമായിട്ട് ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന സാധനം. നമ്മളത് വീഡിയോയിൽ സാരീസ് കാണിച്ചപ്പോൾ അതിങ്ങനെ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. നമ്മള് നേരത്തെ സാരി കാണിച്ചപ്പോഴേ ഇതും ട്രെൻഡിൽ നിൽക്കണതാ. ഫാസ്റ്റ് മൂവിംഗ് ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളത്. ഇതൊക്കെ ഓൺലൈനിൽ പെട്ടെന്ന് സെയിൽ ആവുന്ന ഐറ്റംസ്. ക്രീം കളേഴ്സ് ഒക്കെ നല്ല ബോട്ടിൽസ് ആണ്. ഡിസൈനർ ബ്ലൗസ് ഒക്കെ കൊടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ആക്കാം. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ്. ഓക്കെ, ഡിഫറെന്റ് പ്രിന്റ് ആണ് അല്ലേ? ഫോയിൽ പ്രിന്റ് വരുന്നത്. മെറ്റീരിയൽ സെയിം ആയിരിക്കും കേട്ടോ. വേറെ പ്രിന്റ് വരുന്നത്. അതിന്റെ കളേഴ്സുകൾ ഇങ്ങനെ വരും. മെറ്റീരിയൽ സെയിം ആയിരിക്കും. പിന്നെ ഇതിന്റെ തന്നെ സിക്സാഗ് വരുന്നുണ്ട്. സിക്സാഗിന്റെ ഡിസൈൻ അതും കൂടി എടുത്തോ. അല്ല, അത് വ്യത്യാസമുണ്ട്. ഇത് ഫോയിലാ, മറ്റേത് അതും പ്രിന്റ് ഫോയിൽ തന്നെ, പ്രിന്റ് തന്നെയാണ് അത്. ഓക്കെ, ഇത് സിക്സാഗിൽ വരുന്നത്. ഇതൊക്കെ കാണിക്കണത് ബോർഡർലെസ്സിലാണ് കേട്ടോ. ഇതൊക്കെ ഒരു ഫാൻസി ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ട വേറെ ലെവലായിരിക്കുള്ളൂ. ലെവല് മാറും അങ്ങോട്ട്. ഇഷ്ടം പോലെ ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ടെന്ന്. ഇതിൽ തന്നെ ഒരു 8-9 കളർ ഉണ്ടെന്ന് തോന്നിട്ടില്ല. അങ്ങനെ അതിന്റെ കളേഴ്സ് ഇങ്ങനെ ഇടണാണോ? ഞങ്ങളെല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അടുത്ത കളർ ഏത് വരും, അടുത്ത കളർ ഏത് വരും, ഇത്രയും മതി. ഇനി ബാക്കിയുള്ളത് അവര് കണ്ടോട്ടെ. പർച്ചേസ് ചെയ്യുക. അടിപൊളി ഓണ പർച്ചേസ്. ഈ വരിക എന്ന് പറയുമ്പോ എവിടേക്ക് വരിക? പ്രസ് ക്ലബ് റോഡ്. അതെവിടെയാ? ചിലര് എറണാകുളം, ഞാൻ എപ്പോഴും പറയണത് വീഡിയോയില്, എറണാകുളം അറിയാത്തവര് കുറെ പേരുണ്ട്. എറണാകുളം അറിയാത്ത ആൾക്കാരോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എടപ്പള്ളി എറണാകുളം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ, ഈ എടപ്പള്ളി എന്ന് പറഞ്ഞ സംഭവം എറണാകുളം എടപ്പള്ളി എന്ന് പറയുമ്പോ അതിൽ എറണാകുളം വരുന്നില്ലേ? ലൊക്കേഷൻ പറയും. വേഗസ് വൈശാലി, അതായത് ഉള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നതല്ല, അങ്ങനെ പറയണല്ലേ? വേഗസ് വൈശാലി സ്ഥിതി ചെയ്യുന്നത് പ്രസ് ക്ലബ് റോഡ്, എറണാകുളം. അതായത് പ്രസ് ക്ലബ് റോഡ് എന്ന് പറയുന്നത് കോൺവെന്റ് ജംഗ്ഷന്റെ അവിടെ നിന്നും വരാം, പിന്നെ മേനക ഇറങ്ങിയിട്ട് അവിടെ നിന്നും വരാം, MG റോഡിൽ നിന്ന് വരാം. MG റോഡ്, പക്ഷെ അത് ദൂരാണ്. കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇറങ്ങി കാറായിട്ട് വരുന്നവര് അവിടെ തന്നെ പാർക്കിംഗ് സൗകര്യം. നമ്മുടെ അല്ലട്ട, വേറെ ആൾക്കാരാണ്. അവിടെ നിങ്ങൾ പേ ചെയ്യണം. എന്നിട്ട് ശരി, ഓക്കെ. ബാക്കി അടുത്തേക്ക് കിടക്കാം. ഇതെന്തത്? ഇതെന്തെങ്കിലും താലപ്പൊലിയായിട്ട് വെക്കണത്? താലപ്പൊലിയായിട്ടൊക്കെ ഉണ്ടല്ലോ. ഇതാണ് റെഡിമെയ്ഡ് ബ്ലൗസ്. നീ ഇവിടുന്ന് തുടങ്ങാം. തുടങ്ങിക്കോ, പറഞ്ഞോ. ഓക്കെ, ഇതാണ്ടോ സ്ലീവ്ലെസ് ബ്ലൗസ് ആണ്. സ്ലീവ്ലെസ് അല്ല, ഇതിനുണ്ട് സ്ലീവ് ഉണ്ട്, ബട്ടർഫ്ലൈ സ്ലീവ്. ഇതിന് ബാക്ക് കാണിച്ചു കൊടുക്കണ്ടേ? പിന്നെ ബാക്കും കൂടി. ഇതാണ് അതിന്റെ ബാക്ക്. ഇങ്ങനെ ഫാൻസി ആയിട്ടുള്ള ബാക്കും ഫാൻസി ആയിട്ടുള്ള നല്ല ഫ്ലയറോട് കൂടിയിട്ടുള്ള ഒരു സ്ലീവാ വരുന്നത്. ഇനി ഇതിന് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കളേഴ്സിലുണ്ട്. നല്ലൊരു പിങ്ക് ഉണ്ട്, നല്ലൊരു സ്കൈ ബ്ലൂ ഉണ്ട്, നല്ല ഡാർക്ക്, നല്ല ഷെയ്ഡുകൾ അല്ലേ? എല്ലാം നല്ല വൈറ്റ്, അതുപോലെ ഇത്, പിന്നെ ഇത്, അങ്ങനെ ഒരു 4-5 ഷെയ്ഡ് 8 കളർ എടുക്കണം. ഇല്ല, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് മിക്സ് ആയിട്ട് എങ്ങനെ സാരി പോലെ അങ്ങനെ 3 കളർ 4 കളർ എടുക്കണം. അപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസ് ഇഷ്ടമുള്ളത്. ഇനി ഇത് സൈസസ് എങ്ങനെയാ? ഫ്രീ സൈസ് ആണ്. ഫ്രീ സൈസ് ആണ്. പിന്നെ മാർജിൻ ഇട്ടുണ്ടാകത്ത്. ഓക്കെ, ഇതാണ്ടോ, വലുതാക്കുകയും ചെയ്യാം, ചെറുതാക്കുകയും ചെയ്യാം. ഓക്കെ, വലുതും ചെറുതും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ,
വിത്ത് പാഡഡ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് കാണിക്കാം. ബ്രൊക്കേഡില് ഇത് സ്ലീവ്ലെസ്, ഉള്ളിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതും നമുക്ക് ആ സൈസസ് ഫ്രീ ആണ്, എല്ലാത്തിനും ഫ്രീ ആ വരുന്നത്, എല്ലാം ഫ്രീ സൈസ് ആണ്. ഓക്കെ. പിന്നെ കുറഞ്ഞതിലുണ്ട്, അത് സൈസ് വൈസ് ആണ്, അത് ഷോപ്പിലുണ്ട്, അതിന്റെ കാണിക്കേണ്ട വീഡിയോ. അത് കാണിക്കണ്ട, അത് ഡയറക്റ്റ് ഡയറക്റ്റ് ഷോപ്പിൽ അല്ല, എല്ലായിടത്തും ഉണ്ട്. അതാണ് നോർമൽ ആയിട്ട് എല്ലായിടത്തും ഉണ്ട്. ഇത് പിന്നെ ഇല്ലാത്ത സംഭവം വേഗാസിൽ മാത്രമേ ഉള്ളേ. അപ്പൊ അതൊന്ന് കാണിച്ചതാ, തോന്നിയാ? കളേഴ്സ് നോക്കാം, ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സ്, ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് കാണുന്നത് ലോകം മുഴുവൻ നടന്ന വീഡിയോ ചെയ്യുന്ന ആൾക്ക് ഇതൊക്കെ എന്ത് കളേഴ്സ് കണ്ടോ? കളേഴ്സ് കണ്ടോ? ഫ്രണ്ടിലാണ് ഇതിന്റെ ഹുക്ക് വരുന്നത് കേട്ടോ. മൊഡാൽ സിൽക്ക് മോഡലില് ഇത് സ്ലീവ്ലെസ്, ഇതിലും സ്ലീവ് അറ്റാച്ച്ഡ് ആണ്, എല്ലാത്തിലും സ്ലീവ് ഉണ്ടാകത്ത. പക്ഷെ ചിലതിലൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ബ്ലൗസിൽ എല്ലാത്തിലും സ്ലീവ് നോക്കാം. ഇത് സ്ലീവ്ലെസ്, ബാക്ക് വരുന്നത് ഇങ്ങനെ ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട്. ഇതിൽ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ കളേഴ്സ് വരുന്ന പാറ്റേൺ അതുപോലെ തന്നെ പ്രിന്റ് സെയിം ആയിരിക്കും, കളേഴ്സ് മാത്രമാണ് വ്യത്യാസം. ഇത് ഡിഫറെന്റ് പ്രിന്റ്സിലും വരുന്നുണ്ട്. അതിൽ തന്നെ ഡിഫറെന്റ് ഒരു പ്രിന്റിൽ തന്നെ ഇത്ര കളേഴ്സ്. ഇപ്പൊ നേരത്തെ കാണിച്ച പ്രിന്റ് ആണ് ഇത്, ഇതിപ്പോ ഈ കാണിക്കണത്. ഇതിന്റെ ഇടയിൽ ഒരു പ്രിന്റ് നിങ്ങൾ വെച്ചതാ. ഓക്കെ, ഇങ്ങനെ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. വിത്ത് പാഡഡ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വലിയൊരു സംഭവം. ഇത് ഫുൾ ഡബിൾ ലെയറോട് കൂടിയിട്ടാണ്. നേരത്തെ കണ്ടത് 1 ഫ്ലയറില്, ഇത് ഡബിളിൽ വരുന്നതാണ്. ഇതിലും റഫൽ മോഡൽ സ്ലീവ് ആണ്. ഇതിൽ കളേഴ്സ് വരുമ്പോ സെയിം തുണി വേഗാസിന്റെ ഒന്നും ഞാൻ ഇടാറില്ല, അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം കുർത്തി. ഇനി ഈ കുർത്തി എവിടെ ചോദിച്ചാൽ വേഗാസിന്റെ അല്ല കേട്ടോ, ഇത് എന്റെ സ്വന്തം അല്ലേ. ഇത് ഞാൻ എന്റെ സ്വന്തം ഇട്ട് വന്നതല്ലേ, അന്നൊന്ന് കാണിക്ക്. നിങ്ങളൊന്ന് ഇത് മേടിക്കട്ടോ, നോക്കട്ടെ. അങ്ങനെ വിട്ടാ പറ്റുമോ? കളേഴ്സുകൾ ശരി, ആയിക്കോട്ടെ. ഇതിന്റെ കളേഴ്സുകൾ ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസ്. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഒരു 4 വെറൈറ്റി മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇതൊന്നല്ല, ഇതിന്റെ എംബ്രോയിഡറി വരുന്നുണ്ട്, വേറെ ഇപ്പോഴത്തെ ഒരു ഫാൻസി സ്റ്റൈലാണ് ഇപ്പൊ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഫുൾ സ്ലീവിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിങ്ങനെ റീസ്റ്റോക്ക് ആയിക്കോട്ടെ. അതെ, ഇത് ഓണമായിട്ട് സെറ്റ് സാറ്റ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പൊ സ്ലീവ്ലെസ് ആണല്ലോ എല്ലാവർക്കും വേണ്ട. എന്നാൽ സ്ലീവ് ഉണ്ട് കേട്ടോ ഇതില്, വിത്ത് പാഡഡ്. ഇതിൽ ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും വർക്ക് വരുന്നത്. ഒക്കെ ഡിഫറെന്റ് ആണ് കേട്ടോ. ഒക്കെ വൈറ്റ് ബേസ്, അതിൽ ഡിഫറെന്റ് ഒരു ഓണം തീമിലാണ് ഈ ഫുൾ ബ്ലൗസുകൾ വന്നിരിക്കുന്നത്. ഒക്കെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ്. ഇതിന്റെയൊക്കെ കളക്ഷൻസ് ഒരുപാട് വെറൈറ്റിയുള്ള ഇനിയുണ്ട്. പക്ഷെ 1-2 പീസ് ഇതിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞാലും, 1-2 പീസ് എടുത്താൽ മതി എന്ന് പറഞ്ഞാലും ഇതിനായിട്ട് വരുമായിരിക്കോ? കൊടുക്കില്ല. അത് പറഞ്ഞോളൂ എടുത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോ ഇത് മാത്രം കേട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. നമ്മളത് ഹോൾസെയിൽ ഷോപ്പാണ്, റീറ്റെയിൽ ഇല്ല നമുക്ക്. അപ്പൊ കച്ചവടക്കാരൻ മാത്രം വൈശാലിലേക്ക് വിളിക്കുക, വരിക. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇവിടുത്തെ ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇത്ര നേരം നമ്മൾ ഗോഡൌണിലായിരുന്നു. ഇപ്പൊ രാത്രി സമയത്ത് ഇതാ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ കസ്റ്റമർ ഒന്ന് രാത്രി എന്ന് പറയുമ്പോ വല്ലാണ്ട് രാത്രി ആയില്ല. അതൊന്ന് കാണിച്ചു കൊടുത്തേ, അതൊന്നും കാണിച്ചോ വെറുതെ. നമുക്ക് ശരിക്കും കാണിക്കാം, വാച്ചൊന്നും ശരിക്കും കാണിക്കും. 8 മണി സമയം, രാത്രിയിലത്തെ 8 മണി. അപ്പൊ ഒരുവിധം എല്ലാം കസ്റ്റമേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അതുവരെ ഇങ്ങോട്ട് കടക്കാൻ പറ്റുണ്ടായിരുന്നില്ല. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ അതേ കുറവരുമ്പോ 1%, അതായത് വേഗസ് വൈശാലിയുടെ മെറ്റീരിയൽസും സാരീസിന്റെ 1% മാത്രമേ നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അതും ബാക്കി 99% ഷോപ്പിലുണ്ട്. അതും 3 ബിൽഡിങ്ങിലായിട്ട് 10 ഫ്ലോറാണ്. ഈ 10 ഫ്ലോർ എന്ന് പറയുമ്പോൾ 10 ഫ്ലോറും കാണിച്ചു വരുമ്പോഴത്തേനും 3-4 ദിവസം പിടിക്കും. 3-4 ദിവസം, ഒരു മാസം പിടിക്കും. അത്രയും കളക്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിംഗ്, അത് 3 ഫ്ലോർ. തൊട്ടിപ്പുറത്തെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗ്, ഇത് 3 ഫ്ലോർ. പിന്നെ പുറത്തുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് 4 ഫ്ലോർ. അങ്ങനെ മൊത്തം 10 ഫ്ലോറിൽ മൊത്തം കളക്ഷൻസ് ആണ്. ഓണം ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു, ഇനി നിങ്ങൾ ഒരുങ്ങിക്കോളെ. നിങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടാവണം.
ഉണ്ടാവൂല്ലോ അവര് ഒരുങ്ങി കഴിഞ്ഞ അതിനുള്ള തെളിവാണല്ലോ ഇന്നിവിടെ ഭയങ്കര തിരക്കായിരുന്നില്ലേ. അങ്ങനെ ഓക്കെ. ഇനി പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് അവർക്കൊക്കെ എന്താ പറയാനുള്ളത്? പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വേഗസ് വൈശാലി എന്ന് പറഞ്ഞ സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് പ്രസ് ക്ലബ്ബ് റോട്ടിലാണ്. അതായത് മേനക അവിടെ നിന്ന് വരാൻ എളുപ്പമാണ്, MG റോഡിൽ നിന്ന് വരാൻ എളുപ്പമാണ്, കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് വരാൻ എളുപ്പമാണ്. ഇനി ബസ്സിന് വരുന്നവരാണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിന് വരുന്നവരാണെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ 40 രൂപ എടുത്തു കഴിഞ്ഞാൽ പ്രസ് ക്ലബ്ബ് റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാതിക്കലെത്തും. അതല്ല ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും പ്രസ് ക്ലബ്ബ് റോഡ് പറയാം, അവർക്കും ഇവിടെ വന്ന് ഇറങ്ങാവുന്നതാണ്. 60 രൂപ 50 രൂപ എടുത്ത് ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റുന്നത്. ഇറങ്ങാൻ പറ്റിയ പോരാ, ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം എടുത്തിട്ട് വന്നോളൂ കേട്ടോ. വരുമ്പോ രാവിലെ നേരത്തോടെ വരിക, നല്ല രാത്രി ആകുമ്പോഴേക്കും പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ സ്റ്റേ ഓപ്ഷൻ ഉണ്ട്, അതിന്റെ പൈസ ഒക്കെ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ അല്ല ഇവിടെ മീൻസ് തൊട്ടടുത്ത് കുറെ പേര് ദൂരത്തുനിന്ന് വരുന്നവരുണ്ട്. ചിലപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ റേറ്റ് കുറവിന് ഇവരുടെ റെക്കമെൻഡേഷൻ റേറ്റ് കുറവാണല്ലോ. അതെ, വേഗസ് വൈശാലിയുടെ പ്രത്യേകത അതാണല്ലോ. വേഗസ് വൈശാലിക്ക് ഹോട്ടലൊന്നും ഇല്ല കേട്ടോ, റെസ്റ്റോറന്റ് ഹോട്ടല് റൂംസ്. ബട്ട് ഇവര് ആകെ 3 ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ, അതും 10 ഫ്ലോറില്. ബാക്കി ഞാൻ പാചകം അടിക്കുന്നത്, ഞാൻ വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോണം. അതെ, വീടൊക്കെ ഉണ്ടല്ലേ. ശരി, ബൈ പറഞ്ഞോ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഹലോ, ഒരു ബൈ പറഞ്ഞോ. വാടാ ബൈ. ഞാൻ വരച്ചത് നിന്നെ കാണിച്ചില്ലെങ്കിൽ